ആന്തരിക വേദനകൾ, തലവേദന, കഴുത്തുവേദന, വയറുവേദനയൊക്കെ അത് അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നതാണ്. പണ്ട് ഞാനടക്കം സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികൾ പറയുമ്പോഴല്ലാതെ സാധാരണഗതിയിൽ ആ വേദനകൾ അവിശ്വസിക്കൽ പതിവുള്ളതല്ല. അതുകൊണ്ട് ആരോഗ്യമന്ത്രി നാടകം കളിക്കുന്നു, മികച്ച അഭിനേത്രിക്കുള്ള അടുത്ത വർഷത്തെ സംസ്ഥാന പുരസ്കാരം മന്ത്രി കൊടുക്കണം തുടങ്ങിയ പരിഹാസങ്ങൾ രാഷ്ട്രീയമല്ല. അന്ന് നിയമസഭയിൽ കെ രമയുടെ കൈയൊടിഞ്ഞത് കള്ളക്കഥയാണെന്ന് പറഞ്ഞ എമ്പതിയില്ലായ്മയുടെ തുടർച്ചയാണത്, ശരിയല്ല. കഴുത്തുവേദനയ്ക്ക് 3 നാൾ നീണ്ട ICU വാസത്തിനൊടുവിൽ അസാധാരണമായ ആംബുലൻസ് അല്ലാതെ ആശുപത്രി വിട്ട് ഏതോ ആയുർവേദ ചികിത്സയിലാണ്. ആ വേദനകൾ മാറി. ആരോഗ്യമന്ത്രി ആരോഗ്യം വീണ്ടെടുക്കട്ടെ, സുഖം പ്രാപിക്കട്ടെ, ടേക്ക് കെയർ പ്രിയപ്പെട്ട വീണ ജോർജ്. ആ 40 പോലീസുകാർക്കിടയിലെ 4 വിദ്യാർത്ഥികളുടെ കരിങ്കൊടി പ്രതിഷേധമോ വീണ ജോർജിന്റെ കഴുത്തുവേദനയോ അല്ല പ്രശ്നം. കല്ലെടുത്തെറിഞ്ഞ് നെറ്റിപൊട്ടി ചോരയൊഴുകി അതിന് മാപ്പ് കൊടുത്തൊരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ എത്ര വരെയാകാം പ്രതിഷേധങ്ങൾ എന്ന അക്കാദമിക് ചർച്ചകൾക്കപ്പുറം ഏതോ PR ബുദ്ധി പറഞ്ഞു കൊടുത്തപോലെ വീണ് കിട്ടിയ അവസരം അങ്ങേയറ്റം അനുവാദരഹിതമായി പെരുപ്പിച്ച് കേരളത്തെ ആകെ മൊത്തം മണ്ടന്മാരാക്കാൻ നോക്കിയ അധികാരവർഗ പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡാണ്. മ്ലേച്ഛം ഗീബൽസിന് പഠിക്കലാണ്. നേരത്തെയും പറഞ്ഞാണ്, അധികാരത്തിന് ഒറ്റ ഭാഷ, കേന്ദ്രാധികാരത്തിനെതിരെ സമരം ചെയ്യുന്നവർ മാവോയിസ്റ്റുകൾ, അർബൻ നക്സലുകൾ, മാധ്യമങ്ങൾ, പ്രസ്റ്റിറ്റ്യൂട്ട്സ്. അത് സംസ്ഥാനത്തേക്ക് വന്നാൽ സമരം ചെയ്യുന്നവർ തെമ്മാടികൾ, ക്രിമിനൽ കൂട്ടങ്ങൾ, മാധ്യമങ്ങൾ, മാപ്രകൾ. ഡിക്റ്റോ ആണ് സ്വേച്ഛാധിപത്യത്തിന്റെ ധാർഷ്ട്യം നാറുന്ന കെട്ട ഭാഷ. യഥാർത്ഥത്തിൽ എന്തുണ്ടായി എന്നറിയാത്ത ക്ലാരിറ്റി ഇല്ലാത്ത ആദ്യ മണിക്കൂറുകളിൽ ഏതോ KSUക്കാർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ചു തിരിച്ചു, കൈപിടിച്ചൊടിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി പട്ടാപ്പകൽ പച്ചക്കള്ളം പറഞ്ഞത് പോട്ടെ, 10 വോട്ടിന്റെ സ്കോപ്പ് നോക്കലാണ്. പക്ഷേ ഐഡിയലി രാഷ്ട്രീയാതീതമാകേണ്ട സഭാനാഥൻ കലാപങ്ങൾക്കും കുത്തിക്കൊലകൾക്കും കാരണമായേക്കാവുന്ന ഒരു പൊട്ടിത്തെറി അന്തരീക്ഷത്തിൽ ആരോഗ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കണ്ണിൽ കണ്ടു എന്ന മട്ടിൽ ബഡായി അടിക്കാവോ? ദാ വരുന്ന SKN തമ്മിൽ ഷോയിൽ ആ കുട്ടിയുണ്ട്. ആയുഷ്കാലത്തേക്ക് കൈമുറിച്ചു കളഞ്ഞ പാലക്കാട്ടെ കുഞ്ഞ്. ആരോഗ്യമന്ത്രിയുടെ അജ്ഞാതമായ കഴുത്തുവേദന പോലെയല്ല. ആ പാവത്തിനെ കാണുമ്പോൾ ചങ്കു പറയുന്ന വേദനയാണ്. ഈ പരാജയ സംവിധാനം മുറിച്ചു കളഞ്ഞ വലത്തെ കൈ അടക്കം അണ്ടർ കാർപ്പറ്റിൽ താഴേക്ക് പൂഴ്ത്തിവെക്കാനാണ് ഈ അബച്ചർ ഡ്രാമയെങ്കിൽ അതൊക്കെ ഒന്ന് വാരി വിഴുങ്ങാൻ നാട് മൊത്തം മുണ്ണക്കൂട്ടങ്ങൾ വിധേയ പ്രജകളെന്നാണോ ധാരണ? രാഷ്ട്രീയ കേരളത്തിന്റെ തലയിൽ ഒന്നാം തരം തലച്ചോറാണ് മാഷയെ, മാട്ടപ്പിണ്ണാക്കല്ല. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. എന്തിനാ ഓപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായില്ല. കാരണം ഈ കത്രികയുടെ പേടിയുള്ളതുകൊണ്ട് പച്ച കള്ളവല്ലേ പറഞ്ഞത് മുഴുവൻ അഭിനയം മാത്രമായിരുന്നു, അഭിനയം. ഈ ബഹുമാനത്തോടു കൂടി പറയട്ടെ, ഞങ്ങളൊരു ഇനാം തിരിച്ചങ്ങ് പ്രഖ്യാപിച്ചാലോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മുട്ടുകാല് തല്ലിയൊടിച്ച് വരുന്നവർക്ക്, അതിന് ദൃശ്യങ്ങളില്ലാതെ തല്ലിയൊടിച്ച് വരുന്നവർക്ക് ഞങ്ങളൊരു ഇനാം പ്രഖ്യാപിച്ചാലോ? ഈ കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കുമോ? ദൃശ്യങ്ങളില്ലാതെ ഈ പ്രതിപക്ഷ നേതാവിനെയും ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയും ഒക്കെ ആക്രമിക്കാൻ പറ്റില്ലേ? ഡോക്ടർ PK ഗോപൻസ്, ജിൻഡോ ജോൺസ്, ആനന്ദ് കൊച്ചുകൂടി, അടുത്ത പ്രശാന്ത് പത്മനാഭൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ജിൻഡോയിലേക്ക് പോകുന്നു. ജിൻഡോ, ഇവിടെ സമരം എത്രത്തോളമാണ്, അതിൽ എന്തൊക്കെ വ്യാജങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയാം. പക്ഷേ ഈ ആരോഗ്യമന്ത്രി നാടകം കളിക്കുന്നു, ആരോഗ്യമന്ത്രി അഭിനേത്രിയാണ്, ആരോഗ്യമന്ത്രി നാടകമാണെന്നും പ്രതിപക്ഷ നേതാവ് അടക്കം ആവർത്തിച്ച് പറഞ്ഞത് ശരിയാണ്. അതായത് ഒരു ഡോക്ടർ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വിപ്ലാഷ് ഇഞ്ചുറി ചിലപ്പോൾ ആവാം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്. നേരത്തെ വിളപ്പിൽശാല ബിസ്മീർ എന്നൊരു രോഗി CPR കിട്ടാതെ മരിച്ചപ്പോൾ CPR-നെ പറ്റി പഠിപ്പിച്ച ഡോക്ടറാണ്, എനിക്കറിയില്ല, ക്യാപ്സ്യൂൾ അല്ലെന്ന് തോന്നുന്നു. വിപ്ലാഷ് ഇഞ്ചുറി എന്നത് കഴുത്തിൻ്റെ പെട്ടെന്നുള്ള മുന്നോട്ടുമുള്ള ചലനം മൂലം ഉണ്ടാകുന്ന ഒരുതരം സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറിയാണ്. അത് സാധാരണയായി കാർ അപകടങ്ങളിൽ റിയർ എൻഡ് കൊളീഷൻ കാണപ്പെടുന്നതാണെങ്കിലും പെട്ടെന്നുള്ള ശക്തമായ പുഷ് ഓർ പുൾ എന്നിവയിലൂടെ ഉണ്ടാകാം. ഇന്നലെ ഉണ്ടായ പോലെ സാഹചര്യങ്ങൾ വളരെ റിഫ്ലക്സീവായിട്ട് കഴുത്ത് ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഈ പറയുന്ന പോലെ വിപ്ലാഷ് ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ അത് നാടകമെന്നൊക്കെ കളിയാക്കാവോ ശ്രീ ജിൻഡോ? അത് ശരിയാണോ? ഹാഷ്മി, ഇനിയിപ്പോൾ ആദ്യം ആരോഗ്യമന്ത്രിക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്ന് ഏതായാലും കണ്ടെത്തി. അതിനുശേഷം ആ പരിക്കിൻ്റെ പേര് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുക. ഞാൻ ഇത്തരം ടെർമിനോളജിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാം. എന്തായാലും നമ്മുടെ മുമ്പിൽ AM ഷംസീർ സ്പീക്കറും MV ഗോവിന്ദൻ പാർട്ടിയുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും MV ജയരാജൻ അവിടുത്തെ മുതിർന്ന നേതാവ്, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകനും മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം, മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ സകല CPM നേതാക്കന്മാരും പറഞ്ഞതുപോലെ KSUക്കാർ ഈ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം ഇതുവരെ അവർക്ക് പുറത്തുവിടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ഇനി ഈ പറഞ്ഞ പോലെ വിപ്ലാഷ് ഇഞ്ചുറി, എന്താണോ ആ പേര്, അതുപോലെയുള്ള ഇഞ്ചുറി ആണെങ്കിൽ, പെട്ടെന്ന് ഇപ്പോൾ വെട്ടിത്തിരിഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാം. മുദ്രാവാക്യം കേൾക്കുമ്പോൾ ആരടാ വാടാന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ മുദ്രാവാക്യം കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് സംഭവിച്ചതായിരിക്കാം. ഇനി അതിനപ്പുറത്ത് പിടിവലിക്കിടയിൽ ഉണ്ടായതാണെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ചുറ്റും നിന്നതും അവരുടെ പിടിവലി നടത്തിയതും അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടതും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ഞാൻ പറയുന്നത് ശരി, ഈ പറയുന്ന KSUക്കാർ MV എന്ന് പറയുന്ന പോലെ കഴുത്ത് പിരിച്ചൊടിച്ചെന്നോ ഒന്നോളം തെളിവൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇനി തെളിവ് പുറത്ത് വരുന്നെങ്കിൽ വരട്ടെ, അപ്പോൾ വരട്ടെ. എന്തായാലും പോലീസുകാർ ഒന്നും തമ്മിൽ ഇടയ്ക്കാണെങ്കിലും ആരോഗ്യമന്ത്രി കഴുത്തിന് വേദനയുണ്ട്.
ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. ICUയിൽ ചുമ്മാ അഡ്മിറ്റ് ആക്കുമോ? ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ 4 മണിക്ക് അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി. മന്ത്രി എവിടെയാണെന്ന് ആർക്കും അറിയില്ല, എവിടെ ചികിത്സയിലാണെന്ന് തോന്നുന്നു. ഒരു വേദനയുണ്ട്. ഞാൻ വേദന കളിയാക്കേണ്ട കാര്യം എന്താണ്? ബാക്കി നിങ്ങൾ രാഷ്ട്രീയം പറ. ഹാഷ്മി, വേദന നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. വേദന അനുഭവിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് വേദന ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മുൻകാല അനുഭവങ്ങളിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഷുക്കൂർ വധക്കേസിലായിരുന്നു എന്ന് തോന്നുന്നു, പി ജയരാജനും ബോധക്കേട് വന്നിട്ട് ആംബുലൻസിലായിരുന്നു പിന്നെ കുറേ കാലം യാത്ര, അല്ലേ? അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശങ്കർദാസ് പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു കുറച്ചു കാലം. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇവരുടെ വേദനയൊന്നും അളക്കാൻ പറ്റുന്ന മെഷീനൊന്നും നമുക്കില്ല, നമുക്കറിയില്ല. അവർ പറയുന്ന സത്യമാകട്ടെ, അവർക്ക് വേണ്ടത്ര ചികിത്സ കിട്ടട്ടെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ വിപ്ലാഷ് ഇഞ്ചുറി, താങ്കൾ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ഈ ഇഞ്ചുറി MRI സ്കാൻ നടത്തി മെഡിക്കൽ ബുള്ളറ്റിനിൽ ഗുരുതരമായിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പരിക്ക് എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല, എങ്ങനെയാണ് പരിക്ക് പറ്റിയെന്നും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇത്രയും ഗുരുതരമായിട്ടുള്ള, യാത്ര ചെയ്യാൻ പാടില്ലാത്ത ഇത്രയും ഗുരുതരമായിട്ടുള്ള ICUയിൽ കിടക്കേണ്ട രോഗി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നിരന്തരം ഇറക്കിക്കൊണ്ടിരുന്ന മന്ത്രി എന്തുകൊണ്ടാണ് ഇന്ന് വെളുപ്പിന് 4 മണിക്ക് അവിടുന്ന് ഇന്നോവ കാറിൽ 100 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തത്? എന്തുകൊണ്ടാണ്? ഒരു എയർ ആംബുലൻസ് ഉപയോഗിക്കണ്ടേ? ഇവിടെ കിടത്തിക്കൊണ്ടുപോകണ്ടേ? ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടത്തിക്കൊണ്ടുപോയ മന്ത്രി ഇത്രയും ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി കണ്ടെത്തിയതിനു ശേഷം ഈ തീരാവേദനയിൽ പിടയുന്നു എന്ന് CPM നേതാക്കന്മാർ വിലപിക്കുന്ന സമയത്ത് ഈ മന്ത്രി വെളുപ്പാങ്കാലത്ത് ആളുകൾ ആരും കാണാതെ ഇന്നോവ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് കള്ളമാണോ അഭിനയമാണോ എന്നുള്ള സംശയം ഉണ്ടാകും. ആ സംശയം ബലപ്പെടുന്ന രീതിയിലാണ് ഈ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഓരോ സംഭവവും. കാരണം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുമ്പ് എൻട്രൻസിൽ വെച്ചുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് അവർ നടന്നു വരുന്ന സമയത്ത് പോലീസുകാർ മാധ്യമപ്രവർത്തകരോട് പറയുന്ന ഒരു വാക്കുണ്ട്, മന്ത്രിയെ പ്രകോപിപ്പിക്കില്ലേ എന്ന്. മന്ത്രിയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ ഒഴിഞ്ഞു മാറിയപ്പോൾ അവർ നടന്ന് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് ഓവർബ്രിഡ്ജ് കയറി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയതിന് ശേഷം AM ഷംസീറാണ് കണ്ടെത്തുന്നത്. കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു സർജനാണ് AM ഷംസീർ. നോക്കി കണ്ടുപിടിക്കും, അതായത് കഴുത്തിൽ പരിക്ക്, ഗുരുതരമായ പരിക്ക് കശേരുക്കൾക്കുണ്ട് എന്ന് നോക്കി കണ്ടുപിടിച്ച ഷംസീറിന്റെ ഉപദേശപ്രകാരം മുഖ്യമന്ത്രി വിളിക്കുന്നു. വേദനയുണ്ടെന്ന് മന്ത്രി പറയുന്നു. അതുവരെ ഓർമ്മയില്ലാത്ത വേദന അപ്പം മന്ത്രിക്ക് വരുന്നു. വേദനയ്ക്ക് ശേഷം അവരെ പിന്നെ ആശുപത്രി കൊണ്ടുവന്നു, പിന്നെ സ്ട്രെച്ചറിൽ കിടത്തുന്നു, ICUവിൽ കിടത്തുന്നു. പിന്നെ ഇത് മൊത്തം വേറെ രീതിയിലായി. കലാപാഹ്വാനം നടത്തുന്നു, കലാപം നടക്കുന്നു, ബോംബേർ നടക്കുന്നു, വലിയ ബഹളം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മന്ത്രിക്ക് ഗുരുതരമായ അവസ്ഥയാണെന്ന് പറയുന്നു. മന്ത്രിയുടെ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നഴ്സുമാർ ചുറ്റും നിന്നിട്ട് സെൽഫി എടുത്ത് പുഞ്ചിരി പങ്കിടുന്നു. ഇതിനെല്ലാം ശേഷം ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മന്ത്രി. ഞാൻ വിചാരിച്ച ഈ മിന്നാരം സിനിമയിലെ ശോഭനയ്ക്ക് മരുന്നെത്തിക്കുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് വല്ല പ്രത്യേക മരുന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഗതികേടിൽ അത്രയും ഗുരുതരാവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കിടക്കുന്നു. ഇന്ന് വെളുപ്പിന് മന്ത്രിയെ കാണുന്നില്ല. ഒരു തലവണ അവിടെ ബെഡ്ഷീറ്റ് ഇട്ട് മൂടി വെച്ചിട്ട് മന്ത്രി ഇന്നോവ കാറിൽ കയറി തെക്കോട്ട് പോയെന്ന് പറയാം. ഇപ്പോഴും തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. മന്ത്രി എവിടേക്കാ പോയതെന്ന് നമുക്കറിയോ? അപ്പൊ കാണാതായ മന്ത്രിയെ ആഭ്യന്തര വകുപ്പ് കണ്ടുപിടിക്കണം. ഇത്രയും ഗുരുതരാവസ്ഥയിലായ മന്ത്രി എങ്ങോട്ട് പോയി? മന്ത്രിക്ക് ആരാണ് ഈ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുത്തത്? കേരളത്തിലെ ആശുപത്രിയിൽ വെളുപ്പിന് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്ന പദ്ധതി ഉണ്ടോ? അത് മറ്റു ആളുകൾക്ക് അനുവദനീയമാണോ? അപ്പൊ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു രോഗി, യാത്ര അനുവദനീയമല്ലാത്ത ഒരു രോഗി, കേരളത്തിലെ ആരോഗ്യ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി തന്നെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം. ഇനി അല്ല, മന്ത്രി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അക്കാര്യത്തിലും കൂടി അന്വേഷണം നടക്കണം. ഓക്കെ, ഇല്ല, ഒന്നും അങ്ങനൊന്നുമില്ല. ഇപ്പൊ എന്താ പറഞ്ഞാൽ ഇന്നലെ രാത്രി വൈകിയായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിനിൽ ആരോഗ്യമന്ത്രിക്ക് യാത്ര പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ആരോഗ്യമന്ത്രി ഡിസ്ചാർജ് ആവശ്യപ്പെട്ടു എന്നും അതിനുശേഷം ഓൺലൈനായി പിന്നെയും മെഡിക്കൽ ബോർഡ് ചേർന്നു എന്നും ഈ പറയുന്ന എന്താണ് അവിടുന്ന് പോകാൻ തീരുമാനിച്ചു. രാവിലെ 4 മണിക്ക് പോയി. എവിടെ ചികിത്സയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നമ്മുടെ ഡോക്ടർ NM എന്നൊക്കെ പറയുന്ന ലാമ എന്ന പദപ്രയോഗം, ലീവ് അഗൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ. ശ്രീ PK ഗോപൻ, ഇവിടെ സ്കെലിൻ പാറ്റ് എന്നൊരു പ്രശ്നം പറയുന്നത് വിപ്ലാഷ് ഇസ് നോട്ട് ആൻ ഇഞ്ചുറി, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഷോക്ക് ടു എ മസിൽ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ. മലയാളം പെടലിവെട്ടൽ എന്ന് പറയുകയാണ്. പെടൽ വെട്ടിയതാണെങ്കിലും കശേരുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മന്ത്രിയുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് ഭേദമായി വീണ്ടും പൊതുമണ്ഡലത്തിലേക്ക് മന്ത്രി തിരിച്ചു വരട്ടെ. പക്ഷേ PK ഗോപൻ അത് കഴിഞ്ഞ് പറഞ്ഞ മൊത്തം പാളി. തിരിച്ചും മറിച്ചും RPFും പോലീസും ഒക്കെ നോക്കി. MV ഗോവിന്ദനും AM ഷംസീറും പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിരിച്ച് പിഴിഞ്ഞ് കൈയൊടിച്ച ദൃശ്യങ്ങൾ എവിടെയുമില്ല. നാട്ടുകാർക്ക് മൊത്തം കാര്യങ്ങൾ മനസ്സിലായിട്ടും ഇനിയും അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കണോ ശ്രീ PK ഗോപൻ? ഞാനിവിടെ കോൺഗ്രസിൻ്റെ പ്രതി ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ്. പക്ഷേ അങ്ങ് ഇവിടെ നടത്തിയ ആമുഖ പ്രഭാഷണം ഉണ്ടല്ലോ, കേരളത്തിലെ മാധ്യമ ലോകത്തിന് അപമാനമാണ്. അത് ആദ്യമേ പറയാതിരിക്കാൻ മാർഗമില്ല. അങ്ങയുടെ വാചകത്തിൽ പറഞ്ഞതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നാട്ടിലുള്ളവരെല്ലാം മൊണ്ണയല്ലെന്ന് പറയുന്ന വാചകം തന്നെയാണ് അതിന് പറ്റിയ മറുപടി. കേരളത്തിലുള്ളവരെല്ലാം മൊണ്ണകളല്ല. നിങ്ങളുടെ ചാനൽ ചർച്ച കേൾക്കുന്നവർ മൊണ്ണകളല്ല. ദയവായി
ഇത്തരം പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നടത്തിയാണ് നല്ല മാധ്യമ പ്രവർത്തകരാവുക എന്നുള്ള തെറ്റായ ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് നല്ലതാണ്. രാഷ്ട്രീയ പക്ഷപാതിത്വമാകാം, രാഷ്ട്രീയമായ പിന്തുണ കൊടുക്കലാകാം, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ സഞ്ചരിക്കുന്നത് ഒരു മാധ്യമത്തിന് ഉചിതമല്ല. അത് പാർട്ടി ചാനലുകൾക്ക് പോലും ഉചിതമല്ല. അപ്പോൾ പിന്നെ 24-നെ പോലെ പാർട്ടി ചാനലാണെന്ന് സ്വയം പ്രഖ്യാപിക്കാത്ത ചാനലുകൾക്ക് തീരെ പറ്റുന്നതല്ല. ഇവിടെ അങ്ങ് നടത്തിയിട്ടുള്ള ആദ്യത്തെ വീണ ജോർജിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നടത്തിയ പ്രകടനമെല്ലാം എന്തൊക്കെയാണ്, എത്ര പരിഹാസ്യമായിട്ടാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ പ്രശ്നത്തെ അങ്ങേയറ്റം പരിഹാസ്യമായിട്ടാണ് അവർ. ഞാൻ പറഞ്ഞതിൽ അവാസ്തവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വീണ ചൂണ്ടിക്കാണിച്ച് ജോർജിൻ്റെ ഇരിക്കുമോ? പരിക്ക് രണ്ടാമത് എടുക്കാൻ നമുക്ക്. അങ്ങ് പറഞ്ഞത് മുഴുവൻ അവാസ്തവമാണ്. അങ്ങ് ഒരു വരി അവാസ്തവമല്ല പറയുന്നത്, ആക്ഷേപമാണ് പറഞ്ഞത് മുഴുവൻ, ഒരു വരി അവാസ്തവം പരിഹാസമാണ് പറയൂ. പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മുഴുവൻ, അങ്ങ് ഇവിടെ പടക്കം പൊട്ടിച്ചത് മുഴുവൻ പരിഹാസമാണ്. ആ പരിഹാസ സമീപനം ശരിയല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ശരി, അതല്ലാതെ ഈ ചർച്ചയിലേക്ക് കടന്നാൽ മനസാക്ഷി അനുവദിക്കത്തില്ല. മുഖവിലേക്ക് എടുക്കുന്നത് രണ്ടാമത്തെ പ്രശ്നമാണ് പരിക്കിന്റെ പ്രശ്നം. രണ്ടാമത്തതാണ് എന്താണ് പരിക്കിന്റെ പ്രശ്നം? അല്ല, ഞാൻ അങ്ങയുടെ എന്താണ് അങ്ങയുടെ പരിക്കിന്റെ വിമർശനം പ്രശ്നം? മുഖവിലേക്ക് നിങ്ങൾ അവിടെ നടന്ന സംഭവം എന്താ? പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ. അതെ, മുഖവിലേക്ക് എടുക്കുന്നെങ്കിൽ നല്ല കാര്യം. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നെങ്കിൽ ഞാൻ അങ്ങേയറ്റം അങ്ങേ ബഹുമാനിക്കുകയും ചെയ്യും. കാരണം ഞാൻ പറയുന്നൊരു വാചകത്തിൽ തിരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ തിരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ തിരുത്തണമെന്നൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ കാര്യം. തിരുത്താനും നിങ്ങൾക്ക് പറ്റിയൊന്നും വരില്ല. പക്ഷേ ആ സമീപനത്തോടുള്ള എൻ്റെ വിയോജിപ്പ് പറയാതെ ഈ ചർച്ചയിൽ പക്ഷേ അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞ ഇൻട്രോയിൽ ഒരു വരി അവാസ്തവം അങ്ങ് ചൂണ്ടിക്കാണിക്കണം. മനുഷ്യത്വം എന്നൊരു ഒരൊറ്റ വരി അവാസ്തവം അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ആരോഗ്യമന്ത്രിയുടെ എല്ലാ അനാരോഗ്യാവസ്ഥയോട് വരികളും തികച്ചും ആദ്യം എമ്പതിറ്റിക്കലാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ തുടക്കത്തിൽ കൈയൊടിഞ്ഞപ്പോൾ കളിയാക്കിയോണ്ടല്ല ഞാൻ പറഞ്ഞത്. പരിഹസിക്കാൻ അല്ല ആരോഗ്യമന്ത്രിയുടെ ചില ചില കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞതിന് ശേഷം അങ്ങ് അതിനെ സംബന്ധിച്ച് നടത്തിയത് മുഴുവൻ ആക്ഷേപകരമാണ്. രമയെ കുറിച്ച് പറഞ്ഞതുപോലും ഇത് ആക്ഷേപിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. കെ രമയുടെ കൈയൊടിഞ്ഞപ്പോൾ കൈയൊടിഞ്ഞിട്ടില്ല എന്ന് പാർട്ടി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി നെഞ്ചുപൊട്ടി കിടന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ തൊലിക്കെട്ടിയെ കുറിച്ച് ഞങ്ങൾക്കറിയാം. പക്ഷേ നെഞ്ചിന് ഇത്ര വലിയ ലോഹക്കൂടുണ്ട് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. അതിപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്നത് എന്ന് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാരും പറയുകയില്ല. ഞാൻ പറഞ്ഞതിൽ അവാസ്തവമായി ഒന്നും വിലാസിപ്പിക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഇതിനെ അനുപാതരഹിതമായി പെരുപ്പിച്ച് കേരളത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഒരു നീക്കം നടന്നോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതിലേക്കൊക്കെ ഞാൻ വരാം. ഞാൻ പറഞ്ഞത് ഞാനത് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുള്ളേ ഉള്ളൂ. പരിക്കിൻ്റെ കാര്യം നമുക്ക് രണ്ടാമതെടുക്കുക. ഇവിടെ പരിക്കിൻ്റെ പരിഹാസമാണല്ലോ നടത്തിയത് മുഴുവൻ. നിങ്ങളുടെ ഇടയ്ക്കുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിശദീകരണമെല്ലാം പരിക്കിൻ്റെ പരിഹാസങ്ങളാണല്ലോ. അതൊക്കെ രണ്ടാമതെടുക്കുക. നമുക്ക് പരിക്ക് അത്രമാത്രം ഉണ്ടെന്ന്. സംഭവിച്ചെന്താ അവിടെ? നിങ്ങൾ ഒരു ദൃശ്യവും ഇല്ല എന്ന് പറയും. പോലീസുകാരുടെ നടുവിൽ നടന്നതിന് അവിടെ ഡ്രോൺ ക്യാമറ ഇല്ല ദൃശ്യം എടുക്കാൻ. കാരണം അവർ ചുറ്റപ്പെട്ട് നടക്കുന്നൊരു സംഭവമാണ്. എന്നാൽ ഓൺലൈൻ ചാനലുകളും പല മീഡിയകളും പുറത്തു കൊണ്ടുവന്നൊരു ദൃശ്യമുണ്ട്. അങ്ങൊരു നല്ല മാധ്യമപ്രവർത്തനാണല്ലോ, അങ്ങ് പരിശോധിച്ച് നോക്ക്. ഒരു പ്രതിഷേധം അതിൻ്റെ പുറത്ത് നടക്കുന്നു. റെയിൽവേ സ്റ്റേഷന് പുറത്തൊരു പ്രതിഷേധം നടന്നോട്ടെ, സ്വാഭാവികം. ഒരു മന്ത്രി റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ പുറത്ത് പ്രതിഷേധിക്കുകയോ കരിങ്കൊടി കാണിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ചീത്ത വിളിക്കുകയോ എന്തോ ആയിക്കൊള്ളട്ടെ, അതെല്ലാം അവിടെ നടക്കട്ടെ. പക്ഷേ മിനിസ്റ്റർ റെയിൽവേ സ്റ്റേഷൻ അകത്ത് കയറിയാൽ ഒരു വനിത മാത്രമേ ഉള്ളൂ, ബാക്കി പോലീസുകാർ മാത്രമാണ്. അവരുടെ പേഴ്സണൽ പ്രോഗ്രാമാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് അവർക്ക് പൊതുപരിപാടി ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനകത്ത് അവർ വ്യക്തിപരമായിട്ട് യാത്ര ചെയ്യലാണ്. ആ യാത്രയെ തടസ്സപ്പെടുത്താൻ പൊതുരംഗത്ത് നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് റോഡ് ഗതാഗതം നടത്താം, സംഭിപ്പിക്കാം, മന്ത്രിമാരെ തടയാം. ഇപ്പോഴും ഞങ്ങൾക്ക് അതിന് തടസ്സമുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അവർ റെയിൽവേ സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ഏരിയയാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞത് റെയിൽവേയുടെ ഒരു പ്രൊട്ടക്ഷൻ ഏരിയയാണ് അവിടെ, അല്ലാതെ അത് പൊതുസ്ഥലമല്ലെന്നല്ല പറഞ്ഞത്. അവിടേക്ക് 2 പേർ ഒളിഞ്ഞും പാത്തും കിടക്കുന്ന മുഴുവൻ മീഡിയകളിലും നമ്മൾ കണ്ടതാണ്. ഒരു വിദ്യാർത്ഥി കയ്യിൽ കരിങ്കൊടിയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ബാഗുണ്ട്, അയാൾ പാൻസി ഷർട്ടുമാണ്, മറ്റേ ആൾ മുണ്ട് ഷർട്ടുമാണ്. ഇവർ 2 പേരും കൂടി മന്ത്രി വന്നപ്പോൾ പോലീസ് അതിൻ്റെ പുറകിൽ പോകുന്നു. അവർക്ക് പോലും പ്രതീക്ഷയില്ലാത്തവണ്ണം ഇവർ നുഴഞ്ഞകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയതിൽ നീല ഷർട്ടിട്ട ആളെ മാത്രമേ തടയാൻ പറ്റിയുള്ളൂ. ഞാനിപ്പോ തരട്ടെ, ആ ദൃശ്യം ഞാനിപ്പോ തരട്ടെ, ആ ദൃശ്യം തരട്ടെ, ആ ദൃശ്യം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ഈ ചർച്ച തീരുന്ന അയച്ചു തരാം. കാത്തു നിൽക്കുന്നതും കേരളം കണ്ട ഞാൻ പറയാം. അപ്പം ഞാൻ സംപ്രേഷണം ചെയ്യും, ഉറപ്പായും അത് അയച്ചു തന്നിട്ട്
അത് അയച്ചു തന്നിട്ട് ഇന്ന് ഞാൻ ഉറങ്ങും. എൻ്റെ പിന്നെ അല്ല ഉറങ്ങ അങ്ങനല്ല 8 മണിക്ക് മുമ്പ് എനിക്ക് അയച്ചു തരണം. കാര്യം അങ്ങനെ മക്കളുണ്ടെങ്കിൽ അതെനിക്ക് ചർച്ചക്കിടയിൽ തന്നെ കാണിക്കണം. അതേ ഉള്ളൂ. അതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്നിട്ട് ഇവർ രണ്ടുപേരും വരുന്നത് ജനലിൽ കൂടെ എത്തി നോക്കുന്നു. ഒരു പയ്യൻ പോയി ജനലിൽ കൂടെ എത്തി നോക്കുന്നു, മന്ത്രി എവിടം വരെ ആയി എന്നറിയാൻ. എന്നിട്ട് ഇയാൾ പുറകെ ഓടിന്നിട്ട് ഈ രണ്ടാമത് പാൻസ് ഇട്ട ആൾ അകത്തേക്ക് കയറിയിട്ട് അയാളെ ഒരു വെളുത്ത ഷർട്ട് ഇട്ട പോലീസുകാരൻ പിടിച്ച് പുറകോട്ട് മാറ്റുന്നു. ഇത്രയുമാണ് നമ്മുടെ മുമ്പിൽ വിസിബിളായ ദൃശ്യം എന്ന് പറഞ്ഞാൽ. ബാക്കി അതിനകത്ത് നടന്നത് ഡ്രോൺ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അത് പുറത്തു വരാൻ സാധ്യത, കാരണം പിന്നീട് മുഴുവൻ പോലീസ് കവറിംഗ് ആണ്. ഇനി ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ മന്ത്രിയുടെ കഴുത്തിന് പറ്റിയ പരിക്ക് നിങ്ങൾ പിരിച്ചൊടിച്ചതും വേറെ എന്തെങ്കിലും ചെയ്തതൊക്കെ അവിടെ ഇരിക്കട്ടെ, സന്ദർഭത്തിൽ പലതരത്തിൽ സംഭവിക്കാം. ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ല സത്യം പിടലി വെട്ടൽ എന്നുള്ളത് നമ്മുടെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല ഇപ്പം എന്താ ചെയ്യുക? അങ്ങ് ഈ പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ ഒരു വിഷമവും ഇല്ലാതെ കേട്ടോണ്ടിരിക്കുകയും അങ്ങയുടെ ഇൻട്രോ മാത്രം അല്ല, അങ്ങ് മണിക്കൂർ എടുത്ത് അങ്ങയുടെ ഇൻട്രോ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെ, കേരളത്തിലുള്ള മുഴുവൻ ഇടതുപക്ഷക്കാരെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും അല്ല അങ്ങനെ പറയാതെ കേരളത്തിലുള്ള മുഴുവൻ ഇടതുപക്ഷക്കാരെയും മന്ത്രിയെയും പാർട്ടി സെക്രട്ടറി എല്ലാം 15 മിനിറ്റ് ആക്ഷേപിക്കാനുള്ള അങ്ങയുടെ സ്വാതന്ത്ര്യം മാത്രം ഞങ്ങൾ അനുവദിച്ചു തരാം. ബാക്കി ഒന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. ആ ഏർപ്പാട് വേണ്ട. പറഞ്ഞോളൂ, ഏർപ്പാട് വേണ്ട. ഇതിനകത്തൊക്കെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ വന്നിരിക്കൂ, അല്ലെങ്കിൽ ഇരിക്കില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ അയച്ചു തരാം. അല്ല അത് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കുന്നതിനാ? വീണ്ടും ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുന്നതിനാ? ആ ഏർപ്പാട് വേണ്ട. ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉളുക്കെന്ന് പറയും, പെടലിവെട്ട്. ഒരു സ്ത്രീ വല്ലാതെ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി, അത്തരം ഒരാൾ അങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് അവരെ തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പുറത്തു നിന്നുകൊണ്ട്. അപ്രതീക്ഷിതമായിട്ട് അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്ക് ദേഹാസ്വാസ്ഥ്യം വരാം, സ്ത്രീ എന്ന തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങളുണ്ടാവാം, അവരുടെ കഴുത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അവർ കൈകൊണ്ട് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ നടക്കുന്നുണ്ട്, അവരതിനിടയിൽ CM-നെ ഫോൺ ചെയ്യുന്നുണ്ട്. അവരുടെ അസ്വസ്ഥത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നാണ്. അവിടെ അവരുടെ കഴുത്തിന് എത്ര പരിക്ക് പറ്റി, എത്ര ഗ്രാവിറ്റി ഉണ്ട്, എത്ര ഇഞ്ചുറി ഉണ്ടെന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അവിടെ നടന്ന അറ്റാക്കാണ് ഒന്നാമത്തെ പ്രശ്നം. അങ്ങനെ അറ്റാക്ക് ചെയ്യാവോ? ഒരു സമരം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അവരുടെ നേരെ ആക്രോശിച്ചല്ലാവോ? ഈ സമരം എല്ലാവരും ചെയ്യുന്നതല്ലേ? വ്യക്തിപരമായി അവരുടെ വീട്ടിലെ ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലാണോ നമ്മൾ സമരം നടത്തുന്നത്? അതോ പൊതുസ്ഥാപനത്തിലുള്ള ഇഷ്യൂവിൻ്റെ പേരിലാണോ സമരം നടത്തുന്നത്? അതിനെ അങ്ങനെ കാണുന്നതല്ലേ മാധ്യമധർമ്മം? രണ്ടാമത്തെ കാര്യം, ഇവിടെ അദ്ദേഹം ആക്ഷേപിച്ചത് മന്ത്രി ആംബുലൻസിൽ പോയില്ല, മന്ത്രി അങ്ങനെ പോയി, എന്തെല്ലാം ആക്ഷേപങ്ങൾ അവിടെ നടത്തിയവിടിരുന്നുകൊണ്ട്, എന്തെല്ലാം കഥകൾ അവിടെ ഉണ്ടാക്കി വെച്ചത്. മന്ത്രി 2 ദിവസം ICUവിലും മറ്റ് ചികിത്സാ സൗകര്യത്തിൻ്റെ ഭാഗമായി അവിടെ ലഭ്യമായ ചികിത്സ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അടിയന്തരമായിട്ട് തിരുവനന്തപുരത്ത് പോയേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നുള്ള ചികിത്സ മെഡിക്കൽ കോളേജിൽ ഉറപ്പുവരുത്തുന്നു. അവർ യാത്ര ചെയ്യുന്നു. അവർ ആംബുലൻസിൽ കിടന്നു പോയാലേ അംഗീകരിക്കൂ. ഇനി ആംബുലൻസിൽ കിടന്നു പോയാൽ അവരെ ഏതൊക്കെ നടിയായിട്ടാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? നിങ്ങളുടെ സഹയാത്രികരായിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോൾ അവരെ ഓസ്കാർ കിട്ടുന്ന നടിയായിട്ട് മാറ്റിയല്ലോ. ഇപ്പം കേരളത്തിൽ ഇനി ഇത്തരം ഏത് പരിക്കുകൾ പൊതുപ്രവർത്തകർക്കുണ്ടായാലും രാഷ്ട്രീയക്കാർക്കുണ്ടായാലും എന്തായാലും അത് അഭിനയത്തിൻ്റെ ഭാഗമാണല്ലോ. നാളെ ഉണ്ടായാലും മറ്റന്നാളുണ്ടായാലും നമുക്കിതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇനി എല്ലാം ഉണ്ടാവുന്നത് അഭിനയത്തിൻ്റെ ഭാഗമാണല്ലോ. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ? ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം ഇത് ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ലാതെ വന്നാൽ, ഡോക്ടേഴ്സ് ഇല്ലാതെ വന്നാൽ, പശ്ചാത്തല സൗകര്യം ഇല്ലാതെ വന്നാൽ, മെഡിക്കൽ രംഗത്ത് വേണ്ടത്ര ശ്രദ്ധയില്ലാതെ വന്നാൽ, ഒരു സ്ഥാപനത്തിൻ്റെ നേതൃത്വം എന്ന തരത്തിൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ നമുക്ക് സമരം ചെയ്യാം. ഇവിടെ സംഭവിച്ചെന്താ? ഇവിടെ സംഭവിച്ചത് ഇവർ ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലാതിരിക്കുമ്പോൾ, അത് ആർക്കും തർക്കമുള്ള കാര്യമല്ലല്ലോ, അങ്ങയുടെ ഡേറ്റാസിലോ തർക്കമുള്ള കാര്യമല്ലല്ലോ. വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലാതിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു ആശുപത്രിയിൽ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നമാണ്. അത് അവിടെ വെയിൻ കട്ട് ചെയ്യുന്ന സിസർ അല്ല, ബ്ലഡ് വരാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പലര് ചേർന്നിട്ടാണ് സർജറി നടത്തുന്നത്. ഞാൻ അതിലേക്ക് എത്തി. എംസ്വരാജ് ന്യായീകരിച്ച പോലെ ഒരു കത്രിയോ മറ്റോ എന്തോ വയറിനകത്ത് തുന്നിക്കെട്ടി കത്രികയുടെ ചെറിയ നീളമൊന്നും പറയല്ലേ. ഒരു കത്രിക ഒരു വയറ്റിൽ വെച്ച് 5 വർഷക്കാലം ഒരു വീട്ടമ്മ നടന്നു, ആ വേദന മൊത്തം സഹിച്ചൊരു വീട്ടമ്മ നടന്നു. എന്നിട്ട് ആ കത്രിക പുറത്തിട്ട് നമ്മൾ കണ്ട ഈ നീളത്തുള്ള കത്രിക, അത് ഈ ഇത്തരമുള്ള നേരത്തെ പറഞ്ഞ പോലെ എന്ത് മാക്കോട്ടെ ഒന്നും അല്ല. ഞാൻ അങ്ങനെയൊക്കെ നമ്മൾ അടുത്തുണ്ട് അതിലേക്ക് ശ്രീ ഹാഷ്മി,
ഞാൻ ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയേക്കാം. നിങ്ങളുടെ ചർച്ച ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. അതല്ല, എന്നെ പറയാൻ അനുവദിക്കത്തില്ലെങ്കിൽ തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അവിടെ എന്തെങ്കിലും അരുതായ്മ സംഭവിച്ചില്ലെന്നല്ല. അരുതായ്മ സംഭവിച്ചില്ലെന്നല്ല, അവിടെ സർജറിയുടെ വിവരമാണ് ഞാൻ പറഞ്ഞത്. ആ സർജറിയിൽ വെയിൻ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സർജറി നടത്തുന്ന സർജിക്കൽ സിസർ അല്ല അവിടെ അകത്തായി പോയത്. ഡോക്ടേഴ്സിനെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണത്. അവർ ബ്ലഡ് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ഉപകരണമാണ്. അത് അകത്ത് പോയാൽ തീർച്ചയായിട്ടും ചെയ്ത ആൾ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത്. ഒരാളല്ല സർജറി നടത്തുന്ന ഒരു ടീമാണ്. ആ ടീമിൻ്റെ പിഴക. ആ സമയത്ത് അങ്ങനെ ഒരു കുറ്റം ചെയ്ത ഒരാളിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാതിരിക്കുകയോ മറ്റെന്തെങ്കിലും നിയമ നടപടിയിൽ കടക്കാതിരിക്കുകയോ ചെയ്താൽ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി കുറച്ച് ഉത്തരവാദിത്വം പറയണം. ഇത് അങ്ങനെ ഒന്നുമില്ല. അവരുടെ കാലത്തല്ല, അതിൻ്റെ പേരിൽ അവർ നടപടി സ്വീകരിച്ചു, അന്വേഷണ ഉത്തരവിട്ടു, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടൊരു പൊതു പ്രതിഷേധം നടക്കുന്നതും സ്വീകാര്യമാണ്. പക്ഷെ വ്യക്തിപരമായി ആരോഗ്യവകുപ്പ് മന്ത്രിയെ ആക്രമിക്കുന്നതിന്റെ ശരിയാണ്. സമരത്തിന്റെ അതിലെവിടെ വരെ ആകാമെന്ന് ചർച്ച ഉറപ്പായും വേണ്ടതാണ്. ഞങ്ങളിലേക്ക് എത്താം. ആനന്ദ് കൊച്ചുകൂടി ഇവിടെ ഈ പറഞ്ഞ പി കെ ഗോപൻ പറയുന്നത് പോലെ ഈ കത്രിക വയറ്റിൽ ആയിപ്പോയ ഒന്നല്ല രണ്ട് സംഭവങ്ങളുണ്ടായി. ഹർഷനയുടെ അടക്കം ഒരു പാവം കുഞ്ഞിൻ്റെ SKN തമ്മിൽ വരും ദിവസങ്ങളിലെ ഷോയിൽ ആ കുഞ്ഞ് വരുന്നുണ്ട്. കണ്ടൊക്കെ അങ്ങ് സങ്കടം വരുന്ന കുഞ്ഞാണ്. ഒരു കൈ മുറിഞ്ഞു പോയ ഒരു കുഞ്ഞിൻ്റെ അവിടെ സിസ്റ്റം പരാജയത്തിൽ ഈ സിസ്റ്റം കൊന്നുകളഞ്ഞ കൊല്ലത്തെ വേണുവിൻ്റെ സങ്കടകഥയ്ക്ക് മുന്നിൽ അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുമ്പോഴാണ് ഇത്തരത്തിൽ KSUവിൻ്റെ ഒരു പ്രതിഷേധം, അതിരുകടഞ്ഞ പ്രതിഷേധം എന്ന് പറയാവുന്ന രീതിയിലുള്ള പ്രതിഷേധം, അതിരുകടന്നെന്ന് വേണമെങ്കിൽ പറയാം. ആരായാലും ഈ പരാജയത്തിന്റെ ചിത്രങ്ങൾ നിങ്ങൾ വെളിവാക്കുമ്പോൾ കേരളത്തിലെ ആശുപത്രികളുടെ വിജയത്തിന്റെ ചിത്രം കൂടി നിങ്ങൾ ഇടയ്ക്ക് കാണിക്കണം. ശരി, ഓക്കെ. പരാജയത്തിന്റെ ചിത്രം കാണിക്കണം. ശരി, ഏത് മഹാൻ വന്ന് കാണിച്ചു സർക്കാരിൽ PRD ഒരു വകുപ്പുണ്ട്, അതിന് പണം കൊടുത്തതൊന്നും ഉദ്യോഗസ്ഥരുണ്ട്. ശരി, ഓക്കെ, വിട്ടേ, നമ്മുടെ വിഷയമല്ല. എന്റെ ചോദ്യം ആനന്ദ് വെച്ചുകൂടാ. അല്ല, എന്റെ ചോദ്യം ആനന്ദ് വെച്ചുകൂടാ. അത് തന്നെ ലോക നിലവാരത്തിലുള്ള. ശരി, ആയിക്കോട്ടെ, ലോക നിലവാരത്തിലെ ശരി ലോക നിലവാരത്തിലെ കേരള ആശുപത്രി, ലോക നിലവാരത്തിൽ കത്രികൾ വയറ്റിൽ പോകുന്ന കുഞ്ഞിന്റെ കൈ മുറിച്ച് കളയുന്ന ഈ പറയുന്ന നായയുടെ വില പോലും ഇല്ലല്ലോ അൻവർ സാത്ത് എന്ന് പറഞ്ഞൊരു CPM കാരൻ മരിച്ചു പോകുന്ന ലോക നിലവാരത്തിലെ കേരളം സമ്മതിച്ചു. കുഞ്ഞിന്റെ കൈ മുറിഞ്ഞ നെഗറ്റീവായ വാർത്തയോടൊപ്പം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്ന വാർത്തയും കൂടെ നിങ്ങൾ കാണിക്കണം. കേരളത്തിൽ കുട്ടികളെ മരണത്തിന് കീഴടങ്ങുന്നുള്ളൂ. ശരിയെല്ലാം കാണിക്കാം. ആരോഗ്യമന്ത്രിയെ ഈ പറയുന്ന KSUക്കാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നയിച്ചു തരണം പി കെ ഗോപൻ. നമുക്ക് അതൊന്ന് സംപ്രേഷണം ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി അത് കേരളം ആദ്യമായി കാണാൻ നമ്മൾ ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുക ആ വിഷ്വൽ. ആനന്ദ് കൊച്ചുകൂടി ആ വിഷ്വൽ വരട്ടെ. ആ വിഷ്വൽ വരട്ടെ, നമുക്ക് ചർച്ചയുടെ ആംഗിൾ തിരിക്കാം. അങ്ങനെ വിഷ്വൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഓർത്തു നോക്കൂ, ഒരു ആരോഗ്യമന്ത്രിയെ 3-4 പിള്ളേർ ചേർന്ന് കഴുത്തിൽ പിടിക്കുകയും ഈ പറഞ്ഞ കൈ പിടിച്ചു കൊടുക്കുന്നത് അങ്ങേയറ്റം മധുമപ്പണിയാണത്. ഒരു തർക്കവാക്കാര്യത്തിൽ ആ ദൃശ്യം പി കെ ഗോപൻ നമ്മൾ ആദ്യമായി കേരളത്തെ കാണിക്കാനും പോവാണ്. അതപ്പോൾ വരട്ടെ. ആനന്ദ് കൊച്ചുകൂടി നമ്മൾ ഈ പറയുന്ന ഈ ചികിത്സാ പിഴവുകളുടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നീണ്ട നിരക്കിടയിലാണ് ആ വാർത്ത വരുന്നത്. ആ വാർത്ത വരുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് കൂടി CPM അതിനെ രാഷ്ട്രീയ ആക്കാം. അതിപ്പോൾ ഭരിക്കുന്ന UDF ആണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും അത് രാഷ്ട്രീയ സ്ട്രാറ്റജിയാക്കും. പക്ഷേ അത് സത്യമായിരിക്കണം. അയോട്ട സത്യമില്ലാതെ വെറുതെ പെരുപ്പിച്ചാൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയെ തന്നെ അപഹസിക്കലാവില്ലേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? ഹാഷ്മി, നമ്മൾ ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ ഈ വർഷം തന്നെ അന്തരിച്ച ശ്രീനിവാസൻ 91 അദ്ദേഹം എഴുതിയ സന്ദേശം സിനിമയിൽ നിന്ന് കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മനസ്സിലാകുന്നത്. അന്ന് അദ്ദേഹം എഴുതി വെച്ച മൃതദേഹങ്ങൾ രക്തസാക്ഷികളാകുന്നതും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ഹാഷ്മി ഇപ്പോൾ പറഞ്ഞു 2 കത്രികയുടെ കാര്യം, 3 കത്രികയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഇപ്പോൾ ഒരു മരിച്ചുപോയ ആൾക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പോൾ ഇത് 3ആണോ 4ആണോ ഇതുപോലെ കത്രികകൾ എത്ര ഇനിയും ആൾക്കാർ ഇവിടെ കേരളത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തായ ബ്രിട്ടാസ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കാണുകയായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ വലിയ വിജയഗാഥയെക്കുറിച്ചൊക്കെ. അത് പലതും ഇവിടെ തിരുവിതാംകൂറിലെ രാജാക്കന്മാരും ഇവിടെ മിഷണറിമാരും ഇവിടെ പള്ളികൾ മുതൽ അല്ലെങ്കിൽ ഇവിടുത്തെ ചർച്ച് മുതൽ സ്ഥാപിച്ച പല ആരോഗ്യ മേഖലയുടെ പല ഗുണഗണങ്ങളും നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ പല രീതിയിൽ അത് അവരുടെ പ്രൊപ്പഗാൻഡയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 1980 ശേഷം കണക്കുകൾ പറയുന്നത് ഈ ഹെൽത്തിനുള്ള ബജറ്റ് ഔട്ട്ലേ കുറഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. എന്നിട്ടും ഇപ്പോൾ പഴി വരുമ്പോൾ അവർക്കതൊന്നും അത് അംഗീകരിക്കില്ല.
എന്നാൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ PR എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ ഈ കേരളത്തിലെ ആരോഗ്യരംഗം രാജ്യത്തെ ഞാൻ ഒട്ടുമിക്ക നോർത്ത് ഈസ്റ്റ് ഒഴികെ രാജ്യത്ത് എല്ലായിടത്തും പോയിട്ടുള്ള ആളാണ്. കേരളത്തിലെ ആരോഗ്യരംഗം ഫാർ 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 ബെറ്റർ ആണ്. അത് ഒരിടത് സർക്കാരിന്റെയോ ഒരു UDF സർക്കാരിന്റെയോ നേട്ടമല്ല, അത് കാലങ്ങളായി കേരളത്തിന്റെ നേട്ടമാണ്. എന്തുകൊണ്ട് സർക്കാരിന് നല്ല കാര്യങ്ങൾ പറയുന്നത് ചോദിച്ചാൽ, നല്ല കാര്യങ്ങൾ പറയാൻ സർക്കാരിന് അവിടെ ഉദ്യോഗസ്ഥരെ വെച്ച് മാരകമായ ശമ്പളം കൊടുത്തൊരു PRD വകുപ്പുണ്ട്. തെറ്റുകൾ പിഴവുകൾ ചൂണ്ടിക്കാണിക്കലാണ് മാധ്യമധർമ്മമെന്നാണ് വ്യക്തിപരമായി ഞാനെങ്കിലും വിശ്വസിക്കുന്നത്. ആനന്ദ് കൊച്ചുകൂടി അത് നമ്മുടെ അടുത്ത പ്രശ്നമല്ല. പ്രശ്നം എന്താണ്? പ്രശ്നം ഇവിടെ ഒരു ഇലക്ഷൻ മുഖം നിൽക്കുന്നു. ഇലക്ഷൻ മുഖത്ത് മന്ത്രിക്കെതിരെ ഒരു കയ്യേറ്റം എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാകുന്നു. അങ്ങേയറ്റം സെൻസിറ്റീവായ അന്തരീക്ഷത്തിൽ അതിനെ പക്വതയോടെ കൈകാര്യം ചെയ്യണോ രാഷ്ട്രീയ നേതൃത്വം, അതോ ഒരു പാർട്ടി സെക്രട്ടറി വന്ന് നിന്ന് എന്താണ് ആരോഗ്യമന്ത്രിയുടെ കയ്യും കഴുത്തൊക്കെ പിടിച്ചോടിച്ചു എന്ന് പറയാനാണോ വേണ്ടത്? ഞാൻ ആ വാർത്ത വായിക്കുന്നു, എനിക്ക് തന്നെ ചോര തിളച്ചു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കേരളത്തിൻ്റെ ഒരു ആരോഗ്യമന്ത്രിയെ 4 പിള്ളേർ വന്ന് കയ്യും കാലും ഓടിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു അക്രമമാണത്? അങ്ങനെയാണെങ്കിൽ അല്ല ഹാഷ്മി, ഇവിടെ നടക്കുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. ഇവിടെ ക്യാമറയുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളെ ഇവിടെ ഇപ്പോൾ രാത്രിയാണെങ്കിൽ പകൽ ആണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ള രീതിയിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു അക്രമ ദൃശ്യം ഇതുവരെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടന്നതായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. മെഡിക്കൽ ബുള്ളറ്റിനുകളൊക്കെ വന്നതിന് ശേഷം അവർ രാമാനം ICUവിൽ നിന്ന് നേരിട്ട് ഒരു ആംബുലൻസ് പോലും ഇല്ലാതെ അവർ എങ്ങോട്ടോ കടന്നു കളഞ്ഞിട്ടുണ്ട്. അവരിനി എന്തെങ്കിലും ആയുർവേദ ചികിത്സയ്ക്കാണോ പോയത് എന്നറിയില്ല. ഇവിടെ സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും എല്ലാം ഇവിടെ കലാപാഹ്വാനത്തിനുള്ള ശ്രമം നടത്തിയെന്ന് വരെ നമുക്ക് പറയാവുന്ന രീതിയിൽ. ഇന്നിപ്പോൾ ഞാൻ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ജനറൽ സെക്രട്ടറി സഖാവ് ബേബി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഒരു കലാപം പോലും നടന്നിട്ടില്ല. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായിട്ട് ഇവിടെ CPMന്റെ ശ്രമം കലാപം ഉണ്ടാക്കാനുള്ള രീതിയിലാണ്. ഇവിടെ ഒരു ആക്രമം പോലും നടക്കാതെ തന്നെ ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടി ഓഫീസുകൾ കത്തിക്കുന്നു, ചില ആൾക്കാരുടെ വീടുകളിൽ ബോംബെറിയുന്നു. വടകരയിൽ ഇന്നലെ ഇപ്പോൾ ഒരു KSUക്കാരൻ്റെ വീട്ടിൽ ബോംബെറിയുന്നു. ഇതുപോലെയുള്ള മാരകമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് CPMന് ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക് അവസരം കിട്ടാതിരിക്കുന്ന കുറേ ആൾക്കാർ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഇവിടെ റോഡിലിറങ്ങി പല വിദ്വേഷവും അശ്ലീലവും കലർന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. എന്തൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് CPM ഇവിടെ കാട്ടിക്കൂട്ടിയത്? ചിന്താചോറവും ആ മുദ്രാവാക്യം എന്നാണ് ഈ പറയുന്ന വൃത്തികൾ പറഞ്ഞ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം പറയുമ്പോൾ ചിന്താചോറവും അതുവരെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് ഉയർത്തി ചിന്താചോറവും ആ മുദ്രാവാക്യം വരുമ്പോൾ ഭാഗ്യത്തിന് മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് ഉയർത്തുന്നില്ല. പക്ഷേ മുദ്രാവാക്യം പറയുന്നുണ്ട്. മുഷ്ടി ചുരുട്ടേണ്ട മുദ്രാവാക്യമല്ല എന്ന് ചിന്തക്കെങ്കിലും തോന്നിയല്ലോ. നല്ല കാര്യം. ശ്രീ പ്രശാന്ത് നൂതനാമൻ, ഇവിടെ താങ്കൾ FIR കണ്ടിട്ടുണ്ടാവുന്ന ആണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായതാണ് എന്ന് പറയുന്നത്. ന്യായവിരുദ്ധ ആയുധങ്ങളുമായി സംഘം ചേർന്ന് 1 മുതൽ 5 കൂടെ KSU പ്രവർത്തകരായ പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി കരിങ്കൊടി കാണിച്ച് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ടും എന്തോ ആയുധം ഉപയോഗിച്ച് മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിന് ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച പരാതിക്കാരനെ കൈകൊണ്ടടിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്യുകയും പരാതിക്കാരനെ മന്ത്രിയുടെ ഔദ്യോഗികൃത്യം തടസ്സപ്പെടുത്തുകയും ചെയ്തെന്നും മറ്റും. ഇതുവരെ ആരും ആയുധങ്ങൾ കണ്ടിട്ടില്ല. ഇതുവരെ ആരും അങ്ങനെ മന്ത്രിക്ക് അടുത്തേക്ക് പോകുന്ന ഒരു KSUക്കാരനെ കണ്ടിട്ടില്ല. ശ്രീ പ്രശാന്ത് നൂതനാമൻ, നേരത്തെ മുഖ്യമന്ത്രിയുടെ ആ നവകേരള യാത്രാ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിലെ FIR എന്തായിരുന്നു? ഇവർ KSUക്കാർ ഷൂ എറിഞ്ഞ് ഈ ബസ് മറിച്ച് ബസ്സിലിരിക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊല്ലാനുള്ള ഗൂഢാലോചന, വധശ്രമം. അവിടെ അന്ന് ഫ്ലൈറ്റിലെ കാര്യം കൂടി അത് മുഖ്യമന്ത്രിയെ കൊല്ലാനുള്ള വധശ്രമം. കേട്ടാൽ ചിരിവരുന്ന FIRകൾ നിയമവ്യവസ്ഥയെ കൂടി കളിയാക്കലല്ലേ ശ്രീ പ്രശാന്ത് പത്മനാഭൻ? തീർച്ചയായിട്ടും വധശ്രമം എന്നൊക്കെ എഴുതി ചേർക്കുന്നത് ശരിക്കും സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് പോലെയാണ്. രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. ഇവിടെ കേരളത്തിലത് പലപ്പോഴും നടന്നുകൊണ്ടിരുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ആദ്യം ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്കുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധി 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, ഒരു തരത്തിലുള്ള അക്രമവും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അതായിരിക്കണം കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ആരോഗ്യരംഗം പൊതുവെ താറുമാറായിരിക്കുന്ന ഒരവസ്ഥയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യരംഗത്ത് ഒരുപാട് മുന്നേറ്റം ഉള്ള സംസ്ഥാനമായിട്ട് കൂടി ഇപ്പോൾ തുടരെ വരുന്ന ഒരു ആരോഗ്യരംഗത്തെ പരാജയങ്ങൾ, മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ, അതിനെല്ലാം വകുപ്പ് മന്ത്രി തീർച്ചയായിട്ടും ബാധ്യസ്ഥയാണ്, ഉത്തരവാദിത്വമുണ്ട്.
അപ്പോൾ അതിൽ പ്രതിഷേധം ഒരു പരിധി കഴിഞ്ഞ് ചെയ്യുമ്പോൾ അതിൽ വരാൻ പോകുന്ന ഒരു പ്രശ്നം പെട്ടെന്ന് ഡിഫെൻസിലായി പോവുകയാണ്. പെട്ടെന്ന് ഒരു റിയൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ജനങ്ങളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 വർഷമായിട്ട് ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് ഇലക്ഷൻ്റെ സമയം അടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു കരിങ്കൊടി കാണിച്ചുകൊണ്ടുള്ള ഒരു ഓടിക്കയറി വന്നുകൊണ്ടുള്ള ഒരു അതിനകത്ത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം കൂടി അൺലോഫുൾ അസംബ്ലി എന്ന് പറയും. അതിനകത്ത് ആരെങ്കിലും ഒരാളെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാവരും അതിൽ ഈക്വലി ലൈബിളാന്ന് പറയും, ജോയിൻറ്റ് ലൈബിലിറ്റി എന്ന് പറയും ക്രിമിനൽ ലോയിൽ. പക്ഷേ ഇതിനകത്ത് ഈ ഒരു സംഭവത്തിൽ അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് കോൺഗ്രസ് ഊന്നി പറയുന്നത്. അപ്പോൾ അവിടെ ഇതിനകത്ത് ആരും അതിനകത്ത് പങ്കെടുത്തിട്ടില്ല. ഈ ശ്രീമതി വീണ ജോർജ് പറയുന്നത് അവർക്കൊരു വേദന ഉണ്ടായിട്ടുണ്ട്, ഒരു പക്ഷേ കഴുത്തിന് ഒരു സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ കളിയാക്കുന്നില്ല, അത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ സത്യമായിരിക്കും. അത് എങ്ങനെയാണ് സംഭവിച്ചത്, പോലീസ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇതാണോ, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും സ്പോണ്ടിലോസിസ് പോലുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നു നമുക്കറിയില്ല. അപ്പോൾ ഇതറിയണമെങ്കിൽ, ഈ സത്യം അറിയണമെങ്കിൽ എന്താണൊരു വഴി? സത്യം അറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നത് ഹോസ്പിറ്റലിൽ വരെ പോകാം. പ്രതിപക്ഷ കക്ഷി ആയതുകൊണ്ട് പോകരുതെന്നില്ല. നമുക്ക് ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്, എന്താണ് ആരോഗ്യം വിവരം ഒന്ന് അന്വേഷിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോയി അന്വേഷിക്കാമായിരുന്നു. ഞാൻ പണ്ട് ശ്രീ ശശി തരൂർ തിരുവനന്തപുരത്ത് ക്യാമ്പയിൻ ചെയ്തിരുന്ന സമയത്ത് സീരിയസ് ആയിട്ട് അദ്ദേഹത്തിന് ഒരു ജെനുവിനായിട്ടുള്ള ഒരു അമ്പലത്തിൽ വെച്ച് ഒരു മുകളിൽ നിന്നൊരു തുലാഭാരം ഇരുന്നപ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടായ സമയത്ത് എതിർകക്ഷിക്ക് വേണ്ടി പ്രചരണത്തിന് വന്നിരുന്ന കേന്ദ്രമന്ത്രി ധനമന്ത്രി അവിടെ വന്ന് നിർമ്മല സീതാരാമൻ ശശി തരൂരിനെ ആശുപത്രിയിൽ എത്തി സന്ദർശിക്കുകയുണ്ടായി. അതുപോലെ ഇപ്പം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ശ്രീമതി വീണ ജോർജിന് എന്താണ് പ്രശ്നം എന്നുള്ളത് ആശുപത്രിയിൽ പോയി ഒന്ന് അന്വേഷിക്കാമായിരുന്നു. അങ്ങനെ ഒരു രീതിയിൽ ഇപ്പം ഡിഫെൻസീവ് ആകേണ്ട കാര്യമില്ലായിരുന്നു. കോൺഗ്രസ് നടത്തിയത് ഒരു ന്യായമായ പ്രതിരോധമാണ്. അതിനകത്ത് അതിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുണ്ടായ റിയാക്ഷൻസ് നോക്കുക. കഴിഞ്ഞുണ്ടായ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ കണ്ടത് DYFIയുടെ നേതാവ് വേറെ എന്തോ ഒരു കൊട്ടേഷൻ, അത് തെളിവില്ലാതെ കാല് മുട്ട് തള്ളി ഒടിക്കുകയാണെങ്കിൽ അതിനൊരു ഇനാം തരാം. എന്ത് രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നത്? ഇത് നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഗുണങ്ങളും ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ പരാജയങ്ങളും ഒക്കെ വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ തെരുവിലിറങ്ങി ഗുണ്ടായുസം കാണിച്ചാണോ നമ്മുടെ അടുത്തത്? അത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു പ്രതിഷേധ റാലിയിൽ വിളിച്ച മുദ്രാവാക്യം അത് കടുത്ത സ്ത്രീ വിരുദ്ധതയാണ്, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യമാണ്. ഇങ്ങനെയാണോ രാഷ്ട്രീയ പ്രതിരോധങ്ങൾ? അല്ലെങ്കിൽ ഇതാണോ നമ്മുടെ മുന്നോട്ടുള്ള കേരളം ഏറ്റവും കൂടുതൽ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന് അഭിമാനിക്കുമ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള വളരെ തീരെ വില കുറഞ്ഞ ചില പരാമർശങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പലരും നടത്തിയിരുന്നു 2024 ഇലക്ഷനിലൊക്കെ നടത്തിയത്. അതൊക്കെ നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇലക്ഷൻ്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ 2 രാഷ്ട്രീയ കക്ഷികൾ തെരുവിൽ ഏറ്റുമുട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനകത്ത് റിയാക്ഷൻസ് വളരെ അൺപാർലമെൻ്ററി ആയിട്ടുള്ള ലാംഗ്വേജ്, അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആർക്കും വിശ്വാസം ഇല്ലാത്ത പോലെ തോന്നും. ഇതിൽ നിയമത്തിൽ എന്തെങ്കിലും നിൽക്കുമോ എന്നറിയണമെങ്കിൽ കോടതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് FIR ഫയൽ ചെയ്തിരിക്കുന്ന ഒരു അന്വേഷണം പെട്ടെന്ന് നടത്തി ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് നോക്കുമ്പോൾ അറിയാം എന്തുണ്ട് അതിനകത്ത്. കോടതിയിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു തെളിവുണ്ടോ, അല്ലെങ്കിൽ കോടതിയിൽ തെളിവ് എന്ന് പറയുന്നത് എന്താണ് അവരുടെ കയ്യിലുള്ളതെന്നറിയാം. അതോ ആദ്യത്തെ ഇതിൽ തന്നെ തെളിവ് ഒരു ചാർജ് ഫ്രെയിം ചെയ്യാൻ പോലുള്ള തെളിവില്ല എന്ന് കണ്ടെത്തി ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഒരു വിധി എഴുതി. അതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണമെന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞത് ഒരു കേസ് കെട്ടിച്ചമച്ചതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ കോടതിയിൽ ഈ കേസ് എത്തണം. എന്തായാലും നമുക്ക് അതിനകത്ത് നിയമപരമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിനകത്ത് ആരെങ്കിലും ഈ ആക്രമിച്ചെന്ന് പറയുന്നത് നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഇന്റർവ്യൂവിൽ സുഹൃത്ത് ക്ലാസ്മേറ്റ് അഭിലാഷിനോട് KK ശൈലജ മുൻ മന്ത്രി ചോദിക്കുന്നുണ്ട്, മറ്റേ വടകരയിൽ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാ അഭിലാഷെ ചോദിക്കുന്നുണ്ട്. ഇതുവരെ ഒരു പിടുത്തമില്ല എന്ന് പറഞ്ഞാൽ നാട് കുട്ടിച്ചോറാക്കാൻ പരുവത്തിന് ഉണ്ടാക്കിയെടുത്ത ഒരു വർഗീയ നറേറ്റീവിന്റെ സ്ക്രീൻഷോട്ടായിരുന്നു അത്. ഏറ്റവും കൂടുതൽ അന്വേഷണം എത്തി നിൽക്കുന്ന DYFIയുടെ അവിടുത്തെ അധ്യാപന നേതാവില്ല. അവിടെ ആയപ്പോൾ അന്വേഷണം ചത്തു. അപ്പോൾ അന്വേഷണം എപ്പോൾ എന്ന് പൂർണ്ണമെന്ന് ആർക്കറിയാം? ശ്രീ ജിൻഡോ ഇവിടെ ഇപ്പോഴും എന്തൊക്കെയോ വിഷ്വൽ വരാനുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് CPK കോമൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് അയച്ചു തന്നു. എനിക്കൊന്ന് കാണാനും കേൾക്കാനും പറ്റുന്നില്ല. അതെന്തായാലും ഞാൻ ഇടവേള കേൾക്കാം. പക്ഷേ ഇനിയും വിഷ്വൽ ഉണ്ടെങ്കിലോ ശ്രീ ജിൻഡോ? എന്ന് പറഞ്ഞാൽ FIR-ൽ ഈ പറയുന്ന ആയുധവുമായി അവളെ കൊല്ലട അല്ലെങ്കിൽ മന്ത്രിയെ കൊല്ലട എന്ന ആക്രോശത്തോടെ ഈ പറയുന്ന ആയുധവുമായി കഴുത്തിലേക്ക് പോയി എന്നൊക്കെ ചുമ്മാ FIR കള്ളെഴുതി വെക്കുവോ ജിൻഡോ? അല്ല, അവർ കള്ളം എഴുതി വയ്ക്കും എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അത് ഞാൻ എണ്ണി പറയുന്നില്ല.
പക്ഷെ പി.കെ. ഗോപൻ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഗോപൻ മാത്രം കണ്ടാൽ പോരാ, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം, കേരളം എല്ലാവരും കാണണം. പക്ഷേ അതൊരു ഓൺലൈൻ മാധ്യമത്തിന്റെ ആണ്, അത് അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ കണ്ടുപോട്ടെ ബ്രേക്കിന്, അതൊരു ഓൺലൈൻ മാധ്യമത്തിന്റെ ആണ്. ഓൺലൈൻ മാധ്യമത്തിന്റെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമം ഇടയ്ക്കിടയ്ക്ക് CPM അവതാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യം. അപ്പോൾ പിന്നെ ആ ദൃശ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോപൻ പറയേണ്ടതാണ്. കാരണം ഓൺലൈൻ മാധ്യമത്തിന് അവിടെ ഡ്രോൺ വെച്ച് വീഡിയോ പിടിക്കുന്ന പണി ഉണ്ടായിരുന്നോ എന്ന് ഗോപൻ പറയണം. കാരണം കേരള പോലീസിനില്ല, റെയിൽവേ പോലീസിൻ്റെ CCTVയിലില്ല, മറ്റ് ദൃശ്യമാധ്യമങ്ങളുടെ ഒന്നിലുമില്ല, കൈരളി ചാനലിന് പോലും അങ്ങനെ ഒരു ദൃശ്യം കിട്ടിയിട്ടില്ല. പക്ഷേ ഓൺലൈനിലെ ഏതൊരു മാധ്യമ പ്രവർത്തകന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് കൂടി പരിശോധിക്കണം. അയാൾ ഡ്രോൺ വെച്ച് ഈ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നോ? അയാൾ അപ്പോൾ KSUക്കാരായിട്ട് ഒത്തു കളിച്ചിട്ട് വീഡിയോ എടുക്കാൻ തയ്യാറായിരിക്കുമായിരുന്നോ? ഇത്തരം ചോദ്യങ്ങൾ പഴയ വിഷയത്തിന്റെ ഒരു വേറെ വ്യാഖ്യാനം അദ്ദേഹം പറയുന്നതാണ്. അത് കേട്ടുനോക്കിയാൽ എന്താ പറയുന്നത് കേൾക്കുള്ളൂ. പറഞ്ഞോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഹാഷ്മി പറഞ്ഞ ഒരു വാക്ക്, കേരളത്തിലെ എല്ലാവരും മൊണ്ണങ്ങളല്ല എന്നുള്ള വാക്ക് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറയും. ഞാൻ ഗോപനോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങളുടെ മന്ത്രിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു ഗുരുതര പരിക്കുണ്ടെന്ന് ഷംസീർ പറയുന്നു, മുഖ്യമന്ത്രി ഞെട്ടൽ രേഖപ്പെടുത്തുന്നു, ഗോവിന്ദമാഷ് വിങ്ങിപ്പൊട്ടുന്നു. ഇതൊക്കെ നടന്നതിന് ശേഷം CPIയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അക്കാര്യം ഏറ്റുപിടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും LDFന്റെ ഘടകകക്ഷികൾ അതിൻ്റെ പേരിൽ ഞെട്ടലോ വിതുമ്പലോ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അവരൊക്കെ മൊണ്ണകളായിട്ടാണോ? അല്ല സാറേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള മനുഷ്യർക്കും തിരിച്ചറിവും വിവേകമുണ്ട്. കേരളമെമ്പാടും കത്തിക്കാൻ വേണ്ടി നിങ്ങൾ വലിയ കലാപത്തിന് ആഹ്വാനം കൊടുത്തിരുന്നെങ്കിലും കാര്യമായിട്ട് അതങ്ങ് ഏറ്റിട്ടില്ല. പണ്ടൊക്കെ നിങ്ങളിങ്ങനെ ഇതുപോലെ നുണ പറയുകയും ദൃശ്യമാധ്യമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, സാങ്കേതിക വിദ്യ വികസിക്കുന്നതിന് മുമ്പ് ഒത്തിരി നുണ പറയുകയും ഒരുപാട് മനുഷ്യരെ കൊലക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഇപ്പോഴും ആ പണി ചെയ്തെങ്കിലും കാര്യമായിട്ട് എത്തില്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ ബോംബേറും അഭ്യാസമൊക്കെ നടക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ മനുഷ്യരാരും മൊണ്ണകളായിട്ടല്ല നിങ്ങളെ പിന്തുണയ്ക്കാത്തത്. അവർക്കൊക്കെ വകതിരിവും സാമാന്യ ബുദ്ധിയും തലച്ചോറ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ MB ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഈ വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ച് ധരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നോ? വന്നില്ല. അവരെ കൈ പിടിച്ച് ഒടിക്കുന്ന ദൃശ്യങ്ങൾ വന്നോ? ഇല്ല, പുറത്ത് വന്നില്ല. അവരെ വധിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ദൃശ്യങ്ങൾ ഇതുവരെ കണ്ടെത്താൻ പറ്റിയോ? കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കണം. കാരണം എന്ത് കള്ളം പറയാനും യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ് CPM നേതാക്കന്മാരെന്ന് ചരിത്രം നമ്മുടെ മുമ്പിൽ വിവരങ്ങൾ ഒരു FIR 3 ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു FIR 3 രീതിയിൽ ഇടാം. ഒന്ന് പോലീസിന് സ്വമേധ FIR ഇടാം, 2 അടിപ്പെട്ട ആൾ അല്ലെങ്കിൽ ഇര പറഞ്ഞതിന് ശേഷം ഇടാം, 3 ഒരു ദൃക്സാക്ഷി പറയുന്നത് കേട്ടിട്ടിടാം. ഇതൊരാൾ പറഞ്ഞു കൊടുത്തോളം എഴുതുന്നത് എന്ന് പറഞ്ഞാൽ കൊല്ലടാ എന്ന ആക്രോശത്തോടു കൂടി ആയുധവുമായി മന്ത്രിയുടെ കഴുത്തിന് നേരെ പോയി കൊല്ലാൻ നോക്കി എന്നൊരാൾ പറഞ്ഞു കൊടുത്തോളാണ് എഴുതുന്നത്. അപ്പൊ പറഞ്ഞു കൊടുത്താൽ കള്ളം പറയുമോ? അല്ല, കള്ളമാണെങ്കിൽ അത് പോലീസിന് മനസ്സിലാവില്ല കള്ളമാണ്. ഹാഷ്മി, അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുത്തവൻ പെരുങ്കള്ളനാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം നിങ്ങൾ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളുടെ വിഷ്വലുകളിലൊന്നും മന്ത്രിയെ കൊല്ലട എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ ആ KSUക്കാരെ പുറത്താക്കുകയും ചെയ്യണം, അവരെ പിടിച്ച് അകത്തിടണം. ഒരു കാലത്ത് അവർ പുറത്തു വരാൻ പാടില്ല. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ എന്ത് കുഴപ്പത്തിന്റെ പേരിലായാലും കൊല്ലട എന്ന് ആക്രമിക്കാൻ പാടില്ല. ഇനി ഇത് കേട്ടു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്ത ഗൺമാൻ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? ആ തോക്കെടുത്ത് അങ്ങ് വെടിവെക്കണ്ടേ? മന്ത്രിയെ കൊല്ലാൻ ആക്രോശിച്ച് മന്ത്രിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ ഗൺമാൻ അപ്പൊ എന്ത് ചെയ്യായിരുന്നു? മന്ത്രിക്ക് പിന്നിൽ ഒളിക്കുകയായിരുന്നു. അപ്പൊ മൊഴി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതൊക്കെ ആളുകൾ വിശ്വസിക്കണ്ടേ? ഇനി ഞാൻ പറയുന്ന, ഇദ്ദേഹം പറഞ്ഞല്ലോ, ഗോപം ഒരു ക്ലാസ് എടുത്തു, സമരം വ്യക്തിപരമായി പോകരുത്. ഉമ്മൻചാണ്ടിയുടെ കാറിന്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ച് നെറ്റിയിലും നെഞ്ചിലും പരിക്കേൽപ്പിച്ചത് വ്യക്തിപരമായി പോയില്ലേ? നിങ്ങൾ സർക്കാരിനെതിരെയല്ലോ, ഉമ്മൻചാണ്ടിയെതിരെ വ്യക്തിക്കെതിരെയല്ലേ കല്ലെറിഞ്ഞത്? ഇനി സക്കറിയ നിങ്ങൾ രാഷ്ട്രീയ വിമർശനം നടത്തിയപ്പോൾ കർണക്കുറ്റി അടിച്ചു പൊളിക്കുകയും ഷർട്ട് വലിച്ചു കയറുകയും ചെയ്തില്ലേ? സുകുമാരൻ നോവലിസ്റ്റിനെ, TP ശ്രീനിവാസനെ അടിച്ച് നിലത്തിട്ടില്ലേ SFIക്കാർ? അത് അപ്പോൾ നിങ്ങൾ ആശയപരമായിട്ടുള്ള പോരാട്ടമായിരുന്നു. കേരളത്തിന്റെ ചരിത്രം പോരാട്ടം നടത്തുകയും അതിക്രമം നടത്തുകയും ഈ സംഭവങ്ങളൊക്കെ പിന്നീട് പറയുകയാണെങ്കിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഈ പറഞ്ഞത് നിങ്ങളുടെ എന്താണ് വിദ്യാർത്ഥി പ്രസ്ഥാനം ചെയ്തു എന്ന് സമ്മതിക്കലാണ്. അല്ല ഹാഷ്മി, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് സമ്മതിക്കില്ലല്ല. ഇവരുടെ ക്ലാസ് ഇവരെടുക്കാൻ യോഗ്യരല്ല എന്നാ പറഞ്ഞു. ഞങ്ങൾ ചെയ്തു എന്നുള്ള ഏതെങ്കിലും ദൃശ്യം ഹാഷ്മി ഇതുവരെ ദൃശ്യമില്ല, പോലീസ് നോക്കിയിട്ട് കിട്ടിയില്ല, RPF CCTVയിലില്ല. PK ഗോപൻ അയച്ചു തന്ന ആ ഓൺലൈൻ മാധ്യമത്തിന്റെ ഒന്ന് കേട്ടുനോക്കട്ടെ എന്താണ്. ഇടവേള തിരിച്ചതാ. PK ഗോപൻ താങ്കൾ എനിക്ക് അയച്ചു തന്നത് എന്താണ് ദൃശ്യങ്ങളല്ല, അതൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആഖ്യാനമാണ്. അകത്തെ കടന്നിട്ടുണ്ടാകാം, ആ വെള്ള പോലീസുകാരൻ മഫ്തി പോലീസുകാരനാകാം, മന്ത്രിക്കടുത്തേക്ക് എത്തിയിട്ടുണ്ടാകാം, ഇടിച്ചിട്ടുണ്ടാകാം, തുടങ്ങിയ കഷ്ടപ്പെട്ട് ഒരു ക്യാപ്സൂൾ ചമയ്ക്കുന്ന മാധ്യമപ്രവർത്തകന്റെ ദൃശ്യങ്ങളാണ്. അത് പക്ഷേ കാണിക്കാമായിരുന്നു, പക്ഷേ കാണിക്കാൻ നിവൃത്തിയില്ല. കാര്യം എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. PK ഗോപൻ ഇനി ഈ പറയുന്നത് പോലെ ആകാം, അല്ലാതാവാം എന്ന അസംഷൻസ് മുഖവിലേക്ക് എടുത്താൽ തന്നെ മന്ത്രിക്കടുത്തേക്ക് പോയി ആയുധം കൊണ്ട് കൊല്ലടാ എന്ന ആക്രോശത്തോടു കൂടി കഴുത്തിൽ ഈ പറഞ്ഞ ആയുധം വെച്ചു എന്നൊക്കെ പറയുന്ന FIR ഇത് എവിടെ നിൽക്കാനാണ്? ഈ സാധനം കൊണ്ട് പോയാ കോടതി 4 മടക്കി
എടുത്തെറിയില്ലേ പി കെ ഗോപൻ? ശ്രീ ഹാഷ്മി, നിങ്ങൾ കൊടുക്കുന്ന വാർത്തയൊക്കെ കണ്ണാടിയിലൊന്ന് പിടിക്കുന്നത് നല്ലതാ. നിങ്ങളുടെ ഒരു ധാരണ നിങ്ങളാണ് ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമം എന്നൊക്കെയാണ്. നിങ്ങളത് മാത്രമല്ല, പല മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊന്നും വിശ്വാസ്യതയില്ലാത്തതാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി തന്നെ പറഞ്ഞു ഓൺലൈൻ മാധ്യമങ്ങളൊന്നും വിശ്വാസ്യതയില്ലാത്തതാണ്. ഞാൻ ആ ഇട്ട് തന്ന മെസ്സേജ് വിഷ്വല് വ്യാഖ്യാനമെല്ലാം അങ്ങ് മാറ്റങ്ങ്, എന്നിട്ട് അതിൻ്റെ എഡിറ്റ് ചെയ്തിട്ട് ആ സാധനം ഇടും. 2 പേര് വെയിറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് സമ്മതിച്ചില്ല. അതങ്ങ് സമ്മതിക്കുന്നുണ്ടോ? മന്ത്രിയെ കാത്ത് 2 പേര് പുറത്ത് കൊടിയായിട്ട് കണ്ടല്ലോ, അകത്തേക്ക് കയറുന്നത് കണ്ടല്ലോ. ഇതുവരെ നമ്മൾ കണ്ട ദൃശ്യങ്ങളെ അതിലുള്ളൂ. മാധ്യമപ്രവർത്തകരുടെ വ്യഗ്രതയിൽ അയാൾ പറഞ്ഞ വ്യാഖ്യാനമാണ്. ഇത് കോടതി പോയ കോടതിയുടെ തോട്ടിക്കളയും പി കെ ഗോപൻ. അതെ, നിങ്ങൾ അല്ല, അതിന്റെ വ്യാഖ്യാനം ഹാഷ്മിക്ക് മാത്രമല്ല നടത്താൻ അവകാശമെന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ അതിന്റെ വ്യാഖ്യാനം നടത്തുകയാണ്. നിങ്ങളത് പ്രശ്നം. അവിടെ 2 പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സമരത്തിന്റെ ഭാഗമല്ല 2 പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും പോലീസുകാരുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറുന്നു. അതിൽ നീല ഷർട്ടുകാരൻ പുറത്താക്കപ്പെടുന്നു. മറ്റേ ആൾ അകത്തോട്ട് കയറിയിട്ട് തിരിച്ചു വരുന്നു. അയാളെ പിടിച്ചിറക്കുന്നു. ഈ അകത്തോട്ട് കയറുന്ന സന്ദർഭത്തിലാണ് മന്ത്രിയുടെ കഴുത്തിന് പരിക്ക് പറ്റുന്നത്. ഇനി ലിൻഡോ ചോദിച്ചത് അവിടെ കൈരളിക്ക് ഡ്രോൺ ഉണ്ടെന്ന്. ഡ്രോൺ ഷോട്ട് അല്ലത്. അത് ഡ്രോൺ ഷോട്ടല്ല, അതൊരുമാതിരി ലോങ് ഷോട്ടാണ്. കുറച്ചൊക്കെ അത് പിന്നീട് സൂം ചെയ്ത് പിന്നെ ക്ലോസപ്പ് ഷോട്ടാക്കി മാറ്റുന്നതാണ്. അതിന് അവിടെ ഡ്രോൺ ഇല്ല. ഡ്രോണിൻ്റെ ഷോട്ടും ഞാൻ കാണിച്ചില്ല, ഏരിയൽ ഷോട്ടും കാണിച്ചില്ല. അതൊന്നുമല്ല അവിടെ കാണിച്ചത്. ഞാൻ കാണിച്ചത് ക്ലോസപ്പ് ഷോട്ടോ എക്സ്ട്രീം ഷോട്ടോ അല്ലെങ്കിൽ വൈഡർ ഷോട്ടോ അതിലൊക്കെ പെടുത്താവുന്ന ഷോട്ടാണ് കാണിച്ചത്. അതുകൊണ്ട് അതാണ് അതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്, ഈ പ്രതിഷേധം, കേരളത്തിൽ പ്രതിഷേധം ഉണ്ടായതാണ് നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തത്. അദ്ദേഹം ഇവിടെ കലാപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് ഒരു മന്ത്രിക്കെതിരായിട്ട് ഇത്തരം ഒരു ആക്രമണം റെയിൽവേ സ്റ്റേഷൻ വെച്ചുണ്ടായാൽ കേരളത്തിൽ പ്രതിഷേധം പോലും പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത്. പ്രതിഷേധിക്കാനുള്ള അവകാശം കോൺഗ്രസിന് മാത്രമാണ്. ഇതാണ് നിങ്ങളുടെ വാദം. കേരളത്തിൽ ഒരു 25 ലക്ഷം ആളുകൾ ഒരു ദിവസം സർക്കാർ ആശുപത്രിയിൽ OP ആയിട്ട് ചെല്ലുന്നുണ്ട്. ഒരു ദിവസം 25 ലക്ഷം ആളുകൾ. ഒരു വർഷം 12.5 ലക്ഷം സർജറി നടക്കുന്നുണ്ട്. 12.5 ലക്ഷം. ഒരു വർഷം 2.25 ലക്ഷം സീനിയർ ആയിട്ടുള്ള മേജർ സർജറികൾ നടക്കുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ശ്രീ ഹാഷ്മി, 1000 വാർത്തകൾ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു വാർത്തയെങ്കിലും തിരുത്തേണ്ടി വരുമോ? ഞാനും നിങ്ങളും 10 മിനിറ്റ് സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഇടയ്ക്കൊന്ന് സോറി എന്ന് പറയേണ്ടി വരുമോ? ഒരു വാക്ക് പിശകിപ്പോയി അല്ലെങ്കിൽ ഒരു കാര്യം ഉദ്ദേശിച്ചതല്ല പുറത്തു വന്നത്, ഒരു സോറി പറയേണ്ടി വരുമോ? അല്ലേ, ഞാൻ പറയാം, അങ്ങ് ഇടപെടാൻ വരട്ടെ. ഇത് റിസ്ക് ഫാക്ടറാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് സർജറി നടക്കുന്ന ഒരു ആശുപത്രിയിൽ സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും ഓരോ ജീവനും വിലപ്പെട്ടത്, ഓരോ സെല്ലും വിലപ്പെട്ടത്, ഓരോ മനുഷ്യനും വിലപ്പെട്ടത്, ഓരോ കുടുംബവും വിലപ്പെട്ടത്, ഓരോരുത്തരുടെയും വേദന പ്രധാനം. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഞാനും സർക്കാർ ആശുപത്രി സർജറി നടത്തിയിട്ടുള്ള ആളാണ്, അല്ലാതെ സ്വകാര്യ ആശുപത്രിയിലല്ല പോയി സർജറി നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ 4 കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളേ ഉള്ളൂ. ഡൽഹിയിൽ അങ്ങയുടെ ഡേറ്റ പരിശോധിക്കണം, 95 സ്വകാര്യ ആശുപത്രിയാണ്. മഹാരാഷ്ട്രയിൽ അത് 85ആണ്. കേരളത്തിൽ 10,000 കോടിയാണ് 4 ആശുപത്രിയിലേക്ക് അമേരിക്കയിലെ ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന രോഗികൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരെ പിന്തിരിപ്പിച്ച് സ്വകാര്യ ആശുപത്രി കൊണ്ടുപോകാൻ നടക്കുന്ന ഒരു പ്രവണതയ്ക്ക് കൂട്ടുനിന്ന് കൊടുക്കരുത് മാധ്യമങ്ങൾ. അത് കൂട്ടുനിന്ന് കൊടുക്കരുത്, അതിനുള്ള അവസരം ഒരുക്കരുത്. അത്രയും വലിയ ഒരു നെറ്റ്വർക്ക് കേരളത്തിൽ സർക്കാർ ആശുപത്രി സംവിധാനത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇവിടെ ശങ്കരൻ വക്കീൽ മന്ത്രിയായിരുന്നു, ഇവിടെ ശിവകുമാർ മന്ത്രിയായിരുന്നു, ഇവിടെ കോൺഗ്രസിൻ്റെ 2-3 പേർ മന്ത്രിയായിരുന്നു. ഒരു 5 വർഷത്തിനിടയിൽ 2 മന്ത്രിമാരെ അവർ വെക്കുന്നത്. അങ്ങനെയാണ് രാമേന്ദ്രൻ നായർ ശങ്കരൻ വക്കീൽ ഒരേ കാലത്ത് 2 മന്ത്രിയായി. ശിവകുമാർ മന്ത്രിയായിരുന്നു. എന്താ അവസ്ഥ എന്നുള്ളത് അങ്ങ് പഴയ കാലത്തെ നിങ്ങളുടെ ഈ വിഷ്വൽ ഉണ്ട്, എടുത്ത് നോക്കണം. ആശുപത്രി മരുന്നില്ല, ആശുപത്രി സുനാമി ഉണ്ടായപ്പോൾ ഞാൻ നേരിട്ട് സാക്ഷിയാണ്. ഈ കേരളത്തിൽ വയറ്റിൽ കത്രിക വെക്കലിൽ, കുഞ്ഞിന്റെ കൈമുറിച്ചു കളയലിൽ, വേണുവെന്നൊരു മനുഷ്യൻ താഴെ കിടന്ന് പട്ടിയുടെ വില പോലുമില്ലോ അൻവർ സാദത്ത് എന്ന് പറഞ്ഞ് മരിച്ചുപോയതിൽ ന്യായമല്ല. അതിനി ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ന്യായമല്ല സി പി കെ ഗോപൻ. അത് ന്യായീകരിക്കാൻ നോക്കണ്ട. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അക്രമകതയ്ക്ക് പിന്നാലെ നാട് മൊത്തം ഫ്ലക്സ് നശിപ്പിക്കൽ, ഓഫീസ് ആക്രമണം, ചിന്താജോറും അടക്കം പങ്കെടുത്ത റാലി, അതിലെ അല്ല ഞാൻ പറഞ്ഞു, താങ്കൾ ഈ പറഞ്ഞ ഒറ്റപ്പെട്ടാണെന്ന് വെക്ക്, അല്ലെങ്കിൽ 12 ലക്ഷം സർജറികളിൽ ഒരാൾ മരിച്ചു പോകുന്ന വെക്ക്, അത് ചികിത്സാ പിഴവെന്ന അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ന്യായീകരിക്കല്ലേ പി കെ ഗോപൻ? അത് മനുഷ്യത്വ വിരുദ്ധമാണ്. ഞാൻ ഒറ്റപ്പെട്ട എന്ന വാക്ക് എന്റെ ചർച്ചയ്ക്കകത്ത് ഉപയോഗിച്ചില്ല. നിങ്ങൾ മുൻധാരണയോട് കൂടി ചർച്ചയെ സമീപിക്കരുത്. അങ്ങയുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു, അങ്ങ് പറഞ്ഞില്ല. ഒറ്റപ്പെട്ട എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല. അങ്ങയുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു, അങ്ങ് പറഞ്ഞില്ല. നിങ്ങൾ ആവശ്യമുള്ളത് പറഞ്ഞു. ഞാൻ ഉപയോഗിക്കാത്തൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്തിട്ട് അങ്ങയുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവം ആലോചിച്ച് നോക്കും.
അതെല്ലാം ആയിരിക്കും മറ്റുള്ളവർ പറയാൻ പോകുന്ന സാധനം ഇതാണ് നിങ്ങളങ്ങ് തരിക്കും. എന്നിട്ട് നിങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള വാക്ക് ഉണ്ടാക്കി വെച്ചേക്കുക. ഒറ്റപ്പെട്ട സംഭവം എം സ്വരാജ് എന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു കത്രിക എന്തോ മറ്റോ ഒരു വയറ്റി കുടുങ്ങിയെന്ന്, ഒരു കത്രിക എന്തോ മറ്റോ വയറ്റി കുടുങ്ങിയെന്ന്. എന്തോ ഇൻസെൻസിറ്റീവ് ആണ്, ഞാൻ പറഞ്ഞു എന്തൊരു മനുഷ്യവിരുദ്ധ വർത്താനമാണത്. 5 വർഷം നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും അമ്മയുടെയോ പെങ്ങളുടെയോ വയറ്റി 5 വർഷം കത്രിക ഇരുന്ന് ആ വർത്താനം പറയുമോ ആരെങ്കിലും? സ്വന്തം വേദന ഉണ്ടായാലും പഠിക്കും നമ്മളൊക്കെ, വരാതിരിക്കട്ടെ. കത്രിക വെച്ചത് വീണ ജോർജ് അല്ലല്ലോ. കത്രിക വെച്ച ആളിന്റെ പേരിൽ വീണ ജോർജ് നടപടി എടുത്തില്ലെങ്കിൽ നിങ്ങൾ വീണ ജോർജിനെതിരെ സമരം ചെയ്യാം. കത്രിക വെച്ച ആളിന്റെ പേരിൽ കത്രിക വെച്ചത് ഒരു സംസ്ഥാനത്തിന്റെ സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ തലപ്പത്തുള്ള ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രിയോടാകുന്ന രാഷ്ട്രീയ ചോദ്യം ഉണ്ടാവുക, അത് വ്യക്തിപരമല്ല. കൂട്ടി സമരം നടത്തിയോ? തർക്കമില്ല. പക്ഷേ അതാ വ്യക്തിപരമായി ആക്രമിക്കാൻ പ്രശ്നം. അതാ സംവിധാനത്തിന്റെ തലപ്പത്തുള്ള രാഷ്ട്രീയ മേധാവിയോടാണ് ആ ചോദ്യങ്ങൾ, വീണ ജോർജിനോടല്ല, ആരോഗ്യമന്ത്രിയോടാണ്. ശരി, അപ്പോൾ ശരി വിട്ടേക്ക്. ആരോഗ്യമന്ത്രിയുടെ ദേഹത്ത് കയറി കളിച്ചിട്ടല്ല ചോദ്യം ചോദിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് കയറി ആക്രമിച്ചിട്ടല്ല ആ ചോദ്യം ചോദിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെച്ചു എന്ന വ്യാജം പിന്നെയും പറയല്ലേ? സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയിട്ടല്ല. ഓക്കെ അവരുടെ ശരീരത്തിന് പരിക്ക് പറ്റിയിട്ടല്ല നിങ്ങൾ പ്രതിഷേധം കാണിക്കണ്ടേ? ആരുടെ പേരിലായാലും നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ ഈ ചാനൽ ഉപയോഗിക്കരുത്. നിങ്ങൾ ആക്ഷേപിക്കുക ഈ ചർച്ചയിലൂടെ. അതിന് വാട്സാപ്പിൽ ഗൂഢാലോചന ഉണ്ടായി. എന്താണ്? അയാളുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇടാനാണ്. 52 വെട്ടാണ് ചോദിക്കും, 50 വെട്ടെന്ന് മറുപടി കൊടുക്കലാണ്. മാതൃകാപര പ്രതിഷേധങ്ങളായിരുന്നില്ല. ഇത്രയും പുകലുണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഞാൻ എത്താൻ ചിന്തോ ഇത്രയും പുകലുണ്ടാക്കിയ ഒരു സംഭവത്തിൽ ആനന്ദ് കൊച്ചുകൂടി എന്താണ് ഈ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ കഴുത്തിൽ കൊല്ലട എന്ന ആക്രോശത്തിൽ കത്തിവെച്ചു എന്ന എഫ്ഐആർ ഉള്ള ഒരു സംഭവത്തിൽ ഏതോ ഒരു ഇടതുപക്ഷ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ അവിടെ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന വ്യഗ്രതയിൽ പറഞ്ഞത് മാത്രം കേരളം ഇത് സത്യം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അല്ല, ഇത് ഇപ്പൊ കാലം മാറിയത് CPM-ന് മനസ്സിലാകുന്നില്ല. അവർ വിചാരിക്കുന്ന പണ്ടത്തെ പോലെ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആൾക്കാര് പടച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഇവിടെ പൊതുമണ്ഡലത്തിൽ വരുന്നത് എന്നാണ് CPM-ന്റെ നേതാക്കൾ ഇപ്പോഴും കരുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ആദ്യം അദ്ദേഹം പറഞ്ഞ ശ്രീ PK ഗോപൻ പറഞ്ഞ ഒരു കാര്യം, ഈ നമ്മുടെ ഈ നിയമസഭയിലൊക്കെ റൂൾസ് ഓഫ് ബിസിനസ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ യുദ്ധത്തിലൊക്കെ റൂൾസ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയും, അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൊതുനിരത്തിൽ പാടും. ഇങ്ങനെ പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നിയമാവലി? CPM ആണല്ലോ ഇവിടെ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ആർക്കെതിരെ? ഇപ്പൊ CPM ഭരിക്കുന്ന സമയത്തായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്താണെങ്കിൽ ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ ഇവിടെ വഴി നടക്കാൻ പറ്റുമോ എന്നുള്ള, ഇവിടെ ഗവർണർമാരെ പോലും പലതരത്തിൽ ഇവിടെ ഘെരാവോ ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അദ്ദേഹം അത്ര അദ്ദേഹത്തിൻ്റെ മുകളിൽ കരിയോയിൽ ഒഴിച്ച കാര്യം വരെ ഇവിടെ നടന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എറണാകുളം കളക്ടറായിരുന്ന കാലത്ത് വീണ ജോർജ് എന്ന മന്ത്രി എല്ലാ കാര്യം അവർ ഇത്രയും കാലം മാധ്യമ പ്രവർത്തകയായിരുന്നു. 10 വർഷം മുൻപ് വരെ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന ശ്രീമതി വീണ ജോർജ് ഒരു മര്യാദയുമില്ലാതെ ഈ മാധ്യമ പ്രവർത്തകരോട് തന്നെ കയർക്കുക. ഈ യൂത്ത് കോൺഗ്രസോ KSUക്കാരോ അവർ 3, 4, 5 പേര്, പോലീസുകാരാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി, അത്രയും പേരുടെ നടുവിൽ നിൽക്കുന്ന മന്ത്രി അവർക്കെതിരെ ചീർപ്പായുന്ന പോലെയാണ് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നത്. പോലീസുകാർ അവരെ തടഞ്ഞു വെക്കേണ്ട അവസ്ഥയാണ്. അവരെന്നിട്ട് മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് ഒരു മര്യാദയുമില്ലാത്ത രീതിയിൽ അച്ചടി ഭാഷയിലാണ് അവർ സംസാരിക്കുള്ളൂ. ഈ അച്ചടി ഭാഷയിൽ സംസാരിക്കുമ്പോഴും അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും അത് വളരെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അവർ കഴിഞ്ഞ 5 വർഷത്തിൽ ചികിത്സയിലാണ്, സമാധാന ചികിത്സ. സ്ത്രീകൾ അങ്ങനെ സംസാരിക്കുമ്പോൾ സാറിനെ പോലെ ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇടവേള ഇച്ചിരി തന്റെ ഇടത്തോടുകൂടി സ്ത്രീകൾ സംസാരിക്കുമ്പോൾ സാറിനെ പോലെ ആൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവും. അത് സ്ത്രീ ആയതുകൊണ്ട് തോന്നുന്നു. പ്രശാന്ത് പത്മനാഭൻ അവിടെ ഡൽഹിയിൽ AISMന്റെ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ കഠിനമായ വകുപ്പുകളിൽ ശിക്ഷ നേരിടുകയാണ്. സാക്ഷാൽ ഗാന്ധിക്ക് നേരെ കരിങ്കൊടി പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റിയെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. എന്താണ് നെഞ്ചിൽ മുറിവേപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡിപ്ലോമാറ്റിന്റെ ചെവുക്കലടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അതിരി ഇപ്പോൾ സഭാതലം ഇപ്പോൾ താണ്ഡവ സമാനമായി കേരളം കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ നിയമസഭ അങ്ങനെ പല പ്രതിഷേധ രീതികൾ കണ്ട കേരളത്തിൽ ശരിയാണ് പ്രതിഷേധങ്ങൾക്ക് അതിരെവിടെ വരെ എന്ന ചർച്ചയാകാമെങ്കിലും ഒരു കരിങ്കൊടി പ്രതിഷേധം കേരളത്തിൻ്റെ ഒരു മന്ത്രിയെ കൊല്ലാനുള്ള നീക്കം എന്നൊക്കെ കടത്തി പറയുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ ശ്രീ പ്രശാന്ത് പത്മനാഭൻ? അതെ, അത് തീർച്ചയായിട്ടും. ഇതുവരെ കണ്ട വിഷ്വൽസിൽ നിന്ന് അങ്ങനെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരെങ്കിലും മന്ത്രിയെ ദേഹോപദ്രവം ചെയ്തതായിട്ട് നമുക്ക് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല.
അങ്ങനെ ഒരു വിഷ്വൽസ് കാണിക്കാൻ കഴിയുന്നില്ല. നേരെ തിരിച്ച് വെല്ലുവിളിക്കുന്നത് പാർട്ടിയുടെ യുവ നേതാക്കളൊക്കെ പറയുന്നത് ഇതുപോലെ തെളിവില്ലാതെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ ഇനാം തരാമെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ എവിടെ നിന്നുള്ള കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണ്. അക്രമം ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. നേരത്തെ താങ്കൾ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം വളരെ അപലപനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു ഉദാഹരണത്തിന് ശ്രീ പി കെ കോമൻ പറഞ്ഞൊരു കാര്യത്തിന് ഒരു ഉത്തരം പറയാം. ഈ ഡോക്ടേഴ്സിൻ്റെ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഈ ഒരു ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ ആയിപ്പോയി അകപ്പെട്ടു പോയി എന്ന് പറയുന്നത് ക്ലിയർ കേസ് ഓഫ് മെഡിക്കൽ നെഗ്ലിജൻസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ അനുവർത്തിക്കുന്ന നിയമം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ് ചികിത്സയ്ക്കിരിക്കുന്ന ആൾ അതിന് ഒരു മിനിമം വൈദഗ്ധ്യം പ്രകടിപ്പിക്കണം. അതുപോലും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബോളം ടെസ്റ്റ് എന്ന് പറയും. അതിൽ ഏറ്റവും വലിയ ഉയർന്ന ഒരു ഇതൊന്നും വേണ്ട, പക്ഷേ ആ എക്സ്പെർട്ടൈസ് ക്ലെയിം ചെയ്യുന്നയാൾ മിനിമം കെയർ, അതിനകത്ത് ഡ്യൂ ഡിലിജൻസ് എന്ന് പറയും, അതൊക്കെ വേണം. അത് ചെയ്യാതെ വരുന്നൊരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസായിട്ട് വരും. ക്രിമിനാലിറ്റി എന്ന് പറയുന്നത് ഒരു നെഗ്ലിജൻസ്, ഇതിപ്പോൾ ഈ പറയുന്നത് ഒരു ശരിയായ ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. അത് മാത്രമല്ല നമ്മുടെ ആരോഗ്യരംഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഡോക്ടർമാർ സമരത്തിലിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് പോലും സമരത്തിൽ അവർ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്? അവർക്ക് സാലറി കിട്ടുന്നുണ്ടോ? അണ്ടർ സ്റ്റാഫ്, അതായത് ആവശ്യത്തിന് നമുക്ക് ഡോക്ടേഴ്സ് ഇല്ല, നഴ്സുമാരില്ല. ഈ കണക്കുകളൊക്കെ വന്നപ്പോൾ അത് ഡിസ്കഷൻ വരുമ്പോൾ ഗവൺമെൻറ് ഒട്ടും കൊള്ളാവുന്ന ഒരു നടപടിയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യരംഗത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ കഴിയുന്നില്ല. എയിംസ് വേണമെന്ന് പറയുന്നത് മാത്രമല്ല, അതിനൊരു പ്രതിസന്ധി അതിനകത്ത് അതിന്റെ കൃത്യമായ കണക്കുകൾ വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് പുതുതായിട്ട് രോഗികൾ വരുന്നുണ്ട്. ദിവസം 5000-6000 രോഗികൾ വരുന്ന ഹോസ്പിറ്റലുകളിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ തന്നെ ഇഷ്യൂ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ പ്രതിഷേധം ഉയർത്തുന്നവർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുത്തും ശബ്ദം അടപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് എത്ര കാലം സമയം പൂർണ്ണമായി കഴിഞ്ഞു. ജിൻഡോയിലേക്ക് ഒന്നുകൂടി വരാനും കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഈ പറയുന്ന ശമ്പളത്തിന്റെ കുടിശ്ശികത എന്നുകൊണ്ട് ഡോക്ടർമാർ ഇപ്പോഴും സമരത്തിലാണ്. പോട്ടെ, അതിന് പരിഹാരം ഉണ്ടാവട്ടെ. ഈ പറയുന്നത് പോലെ FIR-ൽ പറയുന്നത് പോലെയോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് പോലെയോ ആരോഗ്യമന്ത്രിക്കെതിരെ കയ്യേറ്റം ഉണ്ടായെന്ന് കേരളത്തിന് ബോധ്യപ്പെടുന്ന ഒറ്റ ദൃശ്യം വന്നാൽ നേരത്തെ ശ്രീ പി കെ കോമൻ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തി പറയാം. ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരണം. അതെന്തുമായിക്കോട്ടെ, ആരോഗ്യമന്ത്രിക്ക് കഴുത്തുവേദനയാണെങ്കിൽ ആ വേദന വേഗം സുഖം പ്രാപിക്കട്ടെ, പൊതുമേഖലയിലേക്ക് വേഗം തിരിച്ചു വരട്ടെ. ശ്രീമതി വീണ ജോർജ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.